നമുക്ക് കർത്താവിനെ നോക്കി ഒരു വാക്കുകൂടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സന്നദ്ധനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നദ്ധിയിൽ കർത്താവെ ഞങ്ങൾ എന്തുള്ളൂ. കർത്താവെ, അവിടുത്തെ കാൽപാദങ്ങളിൽ ഞങ്ങൾ ചുംബിക്കുന്നു. കർത്താവെ, അവിടുത്തെ രക്തത്താലെ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണേ. ഞങ്ങളതിന് ഒരു പൂജ്യമായിട്ടൊരു സീറോ ആയിട്ട് ഞങ്ങളതിനെ താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താലെ ഞങ്ങളെ കഴുകുകയും സ്നേഹത്താലെ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കുകയും ചെയ്യുന്നു. അവിടുത്തെ വലിയ ആശ്വാസവും സമാധാനവും സന്തോഷവും എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അവിടത്തേക്കായിട്ട് ഞങ്ങൾ തുറന്നു വരുന്നു. അതെ കർത്താവെ, നന്ദി കർത്താവെ, നന്ദി. ഈ 2025 സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ചെയ്ത നന്മകൾ ഓരോന്നും ഓർക്കണമല്ലോ. അതൊന്നും മറന്നുപോയിരുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളെ സങ്കീർത്തനക്കാരനിലൂടെ ഓർപ്പിക്കുന്നല്ലോ കർത്താവെ. എല്ലാം ഞങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ പോലും കർത്താവെ, ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള കർത്താവെ, ഞങ്ങളെ ഓർമ്മയിലേക്ക് വരുന്ന എല്ലാത്തിനായിട്ടും കർത്താവെ, ഓർമ്മയിലേക്ക് വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ നന്മകൾക്കായിട്ടും എല്ലാത്തിനായിട്ടും ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. എല്ലാം അവിടുന്ന് നന്മയ്ക്കായിട്ട് ചെയ്തു, ഏറ്റവും നന്നായിട്ട് ചെയ്തു. യെസ് ലോർഡ്, യു ഹാവ് ഡൺ എവറിത്തിങ് വെൽ. നന്ദി യേശുവേ, നന്ദി. ഇനിയും 2026 ഈ ഒരു പുതുവർഷവും കർത്താവെ, അങ്ങയിൽ നിന്ന് കർത്താവെ, അവിടുന്ന് അങ്ങയുടെ കരങ്ങളിൽ നിന്ന് തൃക്കരങ്ങളിലും ഞങ്ങൾ ദാനമായിട്ട് സ്വീകരിക്കട്ടെ. കർത്താവെ, അവിടുത്തെ വരവൻ നാൾ വരെയും കർത്താവെ വിശ്വസ്തരായിട്ട് പാർക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. അനുഗ്രഹിച്ചാട്ടെ, അനുഗ്രഹമാക്കി തീർത്താട്ടെ. അങ്ങയോട് കൂടുതൽ അടുക്കുവാനും അവിടുത്തെ ഹിതം പരിപൂർണമായിട്ടും ചെയ്യുവാനും ഈ വരുന്ന വർഷവും ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. ഇപ്പോൾ ഞങ്ങൾ ധ്യാനിക്കാൻ പോകുന്ന അവിടുത്തെ തിരുവചനങ്ങളും എല്ലാം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് അവിടുന്ന് തന്നെ അപ്പം നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നതുപോലെ ഞങ്ങളുടെ കണ്ണുകളും തുറക്കട്ടെ. ഞങ്ങൾക്ക് യേശുവിനെ കാണണം, അങ്ങേ കേൾക്കണം, അവിടുത്തോട് ചേർന്നിരിക്കണം. അവിടുത്തെ ആ സൗരഭ്യവാസനയിൽ അവിടുത്തെ ആ വചനത്തിൻ്റെ മാധുര്യം അറിഞ്ഞ് കർത്താവെ, ഇവിടത്തോട് ചേർന്നിരുന്ന അങ്ങോട്ടുള്ള ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കണം. അങ്ങേപ്പോലെ ഞങ്ങൾക്കായിത്തീരണം. അവിടെ ഞങ്ങൾ ജീവിക്കട്ടെ. ഞങ്ങളോ കുറയണം, കുറഞ്ഞില്ലാതാകട്ടെ. അവിടെ ഞങ്ങളുടെ വളരട്ടെ. എല്ലാ യേശുവിൻ്റെ വലിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മൾ വെളിപാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ. വെളിപാട് പുസ്തകം 22-ാം അധ്യായം ഞാൻ കർത്താവെല്ലാം നന്നായിട്ട് ചെയ്തു എന്ന് ബൈബിളിൽ എവിടെ പറയുന്നേ? ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലാണ്. ഈ വർഷം എന്നൊക്കെ പറയുന്നതിലൊക്കെ ഇത്ര വലിയ കാര്യമുണ്ടോ എന്ന് പറയാം. അതിപ്പം ഒരു കലണ്ടറൊക്കെ മാറി മറിയും. ശരിയാണ്, നമ്മൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ അതിലെത്ര വലിയ ആത്മീയമായിട്ട് കരുതാനുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസങ്ങളും എല്ലാ വർഷങ്ങളും എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. ഒരു വർഷം 365 ദിവസമായിരിക്കണമെന്ന് മനുഷ്യരാരും തീരുമാനിച്ചതല്ല. അതാരാ തീരുമാനിച്ചേ? ദൈവം തന്നെ തീരുമാനിച്ചത്. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? 365 ദിവസങ്ങൾ എടുത്താണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്. ആ ഒരു റെവല്യൂഷൻ. അപ്പം അതുകൊണ്ടാണ് ഒരു വർഷം നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയും. ഇംഗ്ലീഷ് കലണ്ടറിലാണ് ഇംഗ്ലീഷ് കലണ്ടർ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിലാണ് December 31. വേറെ പല പല വർഷങ്ങളും മലയാള മാസങ്ങളും തമിഴ് മാസങ്ങളും തെലുഗു മാസങ്ങളും പിന്നെ വേറെ പല ജൂയിഷ് കലണ്ടറും ബാക്കി പലതരത്തിലുള്ള കലണ്ടറും ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നൊരു ഗ്രിഗോറിയൻ കലണ്ടറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 365 ദിനം 365 ദിനം എന്ന് പറയുമ്പോൾ 4 വർഷം കൂടുമ്പോൾ ഒരു ലീപ്പ് ഇയറിലെ ഒരു February 29 കൂടെ വരുമ്പോൾ ആ വർഷങ്ങൾ 366 ബാക്കിയുള്ള വർഷങ്ങൾ 365 ദിനങ്ങളും ഒക്കെ. അത് അങ്ങനെയാണ് ഗ്രിഗോറിയൻ കലണ്ടർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 365 ദിവസത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മനുഷ്യൻ തീരുമാനിച്ചൊരു കാലയളവല്ല, അത് ദൈവമായിട്ട് തീരുമാനിച്ചൊരു കാലയളവാണ്. ദൈവത്തിൻ്റെ വലിയ പരമാധികാരത്തിലെ ജ്ഞാനത്തിലെ സൗരയൂഥത്തിലെ അവിടെ ഒരു ഭൂമി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രഹം, അതിനെക്കാട്ടി വലിയ വലിയ ഗ്രഹങ്ങളും ജൂപ്പിറ്ററും യുറാനസും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ചെറിയ ഗ്രഹമായിട്ടുള്ള ഭൂമി, ഏറ്റവും ചെറിയ ഗ്രഹമല്ല എന്നാൽ ഏറ്റവും വലിയ ഗ്രഹമല്ല ആയിട്ടുള്ള ഭൂമിയിൽ നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കാൻ സ്രഷ്ടാവായ കർത്താവിന് പ്രസാദം തോന്നി. അപ്പം ഈ ഭൂമി എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. എന്നാൽ ഈ ഭൂമിയുടെ ഓർബിറ്റ്, ആ എലിപ്റ്റിക്കൽ ഓർബിറ്റ്, നിങ്ങൾ ജിയോഗ്രഫിയിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ അത് ഒരു വർഷം ചിലത് സൂര്യന് ചുറ്റും കറങ്ങി വരാൻ അത്രയും സമയമെടുക്കും. അപ്പം അതാ നമ്മൾ ഒരു വർഷമായിട്ട് കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ 24 മണിക്കൂർ എടുക്കും. അത് ഒരു ദിവസമായിട്ട്. അപ്പം അതുകൊണ്ട് ഈ ദിവസവും വർഷവും അതിൽ ദൈവികമായിട്ട് എന്തെന്ന് ചോദിച്ചാൽ ദൈവമാണ് അതിൻ്റെ ആ കാലയളവ് തീരുമാനിച്ചത്. പിന്നെ കലണ്ടർ
നമ്മൾ ഫോളോ ചെയ്യുന്ന പൊതുവായിട്ട് ലോകത്തിലെമ്പാടും നിരവധി ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്യുന്ന കലണ്ടർ ഇതായതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും നന്ദിയുള്ളവരായിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. എന്നാൽ ഇതുപോലൊക്കെയുള്ള ചില അവസരങ്ങളിൽ സ്പെഷ്യലായിട്ടുള്ള ഇതുപോലുള്ള ഒരു സമയത്ത് നമുക്ക് ഒരുമിച്ച് കുടുംബമായിട്ടും വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും സഭയായിട്ടും ഒക്കെ കർത്താവ് നടത്തിയ വിധങ്ങളെക്കുറിച്ച് തിരിഞ്ഞു നോക്കാനും നന്ദി പറയാനും ഒക്കെ ഉള്ള ഒരു സമയമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പ്രയോജനമുള്ള കാര്യമാണല്ലോ. കർത്താവ് എല്ലാം നന്നായിട്ട് ചെയ്തു എന്ന് മർക്കൂസ് 7 ഒരു വാക്യമാണ്. മർക്കൂസ് 7:37. യോഹന്നാൻ 7:37 നമുക്കറിയാം. എന്താ? ദാഹിക്കുന്ന ഏവൻ എൻ്റെ അടുക്കൽ വരുവിൻ, വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും. എന്നാലും യോഹന്നാൻ 7:37 പറയുന്നത്. എന്നാൽ ഇവിടെ മർക്കൂസ് 7:37, ആ 7:37 എന്ന് പറയുന്നത് നമുക്ക് ഓർക്കാൻ എളുപ്പമുള്ള ഒരു റെഫറൻസ് എന്ന നിലയിൽ ജോൺ 7:37 കുറച്ചുകൂടി എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു റെഫറൻസ് ആണല്ലോ. മർക്കൂസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യത്തില്ല അവൻ സകലവും നന്നായി ചെയ്തു. അപ്പം നമ്മള് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് കുറച്ചൊക്കെ നന്നായിട്ട് ചെയ്തു, കുറച്ചൊക്കെ മോശമായി പോയി. കുറച്ച് അവിടെ കർത്താവ് ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഇവിടെ കർത്താവ് ഇങ്ങനെ ചെയ്യണമായിരുന്നു, കർത്താവ് എൻ്റെ ആ പ്രാർത്ഥന ഇങ്ങനെ ഉത്തരണം തരണമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനയ്ക്ക് ഇതുവരെ ഉത്തരം കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളുടേതായ പല എക്സ്പെക്ടേഷൻസും ഫ്രസ്ട്രേഷൻസുകളും ഒക്കെ കാണാം മാനുഷികമായിട്ട്. എന്നാൽ ദൈവത്തിന്റെ പരമാധികാരത്തിൽ കർത്താവ് എല്ലാം നന്നായിട്ട് ചെയ്തു. ശരിയാണ്, നമ്മളുടെ കുറവുകൾ കാരണം പല കാര്യങ്ങളും കർത്താവിന് ചെയ്യാൻ പറ്റി കാണത്തില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ അവിശ്വാസം കാരണമൊക്കെ കർത്താവിന് പല കാര്യങ്ങളും അവിശ്വാസമാകുന്ന ചെങ്ങല കൊണ്ട് നാം കർത്താവിനെ കരങ്ങളെ ബന്ധിച്ചിരിക്കാം. അതുകൊണ്ട് പല കാര്യങ്ങളും കർത്താവിന് ചെയ്യാൻ പറ്റി കാണില്ല. പക്ഷെ എങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെല്ലാം നന്നായി ചെയ്തു, അവൻ സകലവും നന്നായി ചെയ്തു. ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. അത് അക്ഷരികമായിട്ട് കർത്താവ് ചെകിടന്മാരെയും ഊമരെയൊക്കെ കേൾക്കുവാനും സംസാരിക്കുവാനൊക്കെ ഇടയാക്കിയെന്ന് ആത്മീയമായിട്ടും നമ്മൾക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും കർത്താവിൻ്റെ വാക്കുകൾ പറയാനും ഒക്കെ നമ്മളുടെ ആത്മീയ ബധിരതയും ആത്മീയ അന്ധതയൊക്കെ ആത്മീയ സംസാരശേഷിയൊക്കെ നമുക്ക് തരുന്ന ഒരു കർത്താവ്. കേൾക്കുന്നവർക്ക് സംസാരിക്കാനൊക്കെ നമുക്ക് കർത്താവിനെ കേൾക്കുവാനും സംസാരിക്കുവാനും ഒക്കെ കർത്താവിൻ്റെ വാക്കുകൾ സംസാരിക്കാനും ഒക്കെ കർത്താവ് നമ്മളെ ഇടയാക്കുന്നു. അത് നമ്മളെ കണ്ടു നിൽക്കുന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കും എല്ലാം അത്ഭുതമാകും. കർത്താവ് എല്ലാം നന്നായിട്ട് ചെയ്തു. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ള വാക്യം നമ്മൾ എപ്പോഴും പറയുന്ന വാക്യം. പക്ഷെ അത് എവിടെ വരുന്നത്? ഫോർഗെറ്റ് നൺ ഓഫ് ഹിസ് ബെനിഫിറ്റ്സ്. സാൻ 103. നമുക്ക് ആ ഒരു വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഒരു ന്യൂ ഇയറിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്നത് കൊണ്ട് ഈ വാക്യങ്ങളും അത് പ്രസക്തമാണല്ലോ. 103-ാം സങ്കീർത്തനത്തില് അതാണ് നമ്മൾ വായിക്കുന്നത്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ഒരു പാതി ഹൃദയം കൊണ്ട് വാഴ്ത്തുകയല്ല, സർവാന്തരംഗവുമേ. ആൻഡ് ഓൾ ദാറ്റ് ഈസ് വിത്തിൻ മീ ബ്ലെസ് ഹിസ് ഹോളി നെയിം. നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, നമ്മൾ ഈ സഭയിലൊക്കെ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ചിലർക്ക് ഇങ്ങനെ പിശു അതുവരെ വലിയ ശബ്ദമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ എന്താണ് പറയുന്നത്, ആരും കേൾക്കാതെ ഇങ്ങനെ രഹസ്യം പറഞ്ഞ പക്ഷേ നമ്മൾ കർത്താവിനെ വശത്തിൽ ഓഫ്കോഴ്സ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല, എന്നാൽ നമ്മൾ സഭയായിട്ടൊക്കെ ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ആ ഒരു വിടുതലോടെ, ഫ്രീഡത്തോടെ ഐ പ്രൈസ് യു, എക്സോൾട്ട് യു, സ്തുതിക്കുന്നു, നന്ദി, ഹല്ലേലൂയ എന്ന് പറയുന്നൊരു ശീലം നമുക്ക് വേണം. അല്ലെങ്കിൽ സ്വർഗത്തിൽ ചിലപ്പോൾ നമുക്ക് വലിയ ഷോക്കായിരിക്കും. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ വലിയ ഇടിമുഴക്കം പോലുള്ള സ്തോത്രങ്ങൾ, ഇത് ഇടിമുഴക്കം പോലുള്ള സ്തോത്രങ്ങൾ ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ലേ, എനിക്ക് ചെവിതല കേൾക്കുന്നില്ലേ എന്നൊക്കെ പറയട്ടെ. അവിടെ ജഡമൊന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനെ പറയത്തില്ലെങ്കിലും ഞാനിത് നർമ്മരൂപേണ പറഞ്ഞത് വെച്ചാൽ ഓഫ്കോഴ്സ് നമ്മൾ ക്രിസ്തീയ കുളത്തിൽ നോക്കിയാൽ പെന്തക്കോസ്ത് കരിസ്മാറ്റിക് കുളങ്ങളിൽ അവരൊരു എക്സ്ട്രീമിലോട്ട് പോയി ശബ്ദം ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ശബ്ദങ്ങളും ആ ഒരു ബഹളങ്ങളുമായിട്ട് അങ്ങനെ പോകുന്ന കൂട്ടങ്ങളുണ്ട്. എന്നാൽ വേറൊരു എക്സ്ട്രീമിലോട്ട് പോകുമ്പം അങ്ങ് ശവസംസ്കാര ശുശ്രൂഷ അനുസ്മരിപ്പിക്കത്തൊക്കെ വേണമെന്ന് പറയുന്നത് പോലെ അങ്ങ് വളരെ ഒന്ന് ഉറക്കെ സ്തുതിക്കാനോ പോലും അങ്ങനെ ഒരു ഫ്രീഡം ഇല്ലാത്ത അങ്ങനെ ഒരു തലത്തിലേക്ക് പോകുന്ന കൂട്ടങ്ങളും ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ നിറവിൽ നമുക്ക് സ്തോത്രവും സ്തുതിയും എല്ലാം ഉണ്ട്. എന്നാൽ അത് ക്രൂശിക്കപ്പെട്ട ഒരു ജഡത്തിൽ ഉള്ള ആ ഒരു അതിനോട് ചേർന്ന ഹൃദയത്തിൽ നിന്ന് ആത്മാവിന്റെ നിറവിൽ നിന്ന് വരുന്ന ഒരു സ്തോത്രമായിരിക്കണം എന്നുള്ളത് ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് വെറുതെ സ്വത്രം എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല എന്ന്
നമ്മെ തന്നെ യാഗമായിട്ട് അർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാനും സ്തോത്രം ചെയ്യുവാനും ഒക്കെ ഉറക്കെ കരങ്ങൾ ഉയർത്തി സർവാന്തരവുമേ ഓൾ ദാറ്റ് ഇസ് വിത്തിൻ മീ ബ്ലെസ്സസ് ഹോളി നെയിം. രണ്ടാമത്തെ വാക്യം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഫോർഗെറ്റ് നൺ ഓഫ് ഹിസ് ബെനിഫിറ്റ്സ്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം എന്തെല്ലാമാണ് നമ്മൾ ജീവനോടെ ആയിരിക്കുന്നത് തന്നെ. നമ്മളെക്കാട്ടിൽ ആരോഗ്യമുള്ള എത്ര പേര് ഇന്ന് ഭൂമുഖത്തില്ല. നമ്മളെക്കാട്ടിൽ പണവും സ്വാധീനവും നമ്മളെക്കാട്ടിൽ ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ എത്രയോ പേര് ഇന്ന് ഭൂമുഖത്തില്ല. കർത്താവ് ഇനിയും ഫലം കായ്ക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ആ ഒരു ലൂക്കോസ് 13 ആ വാക്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇനിയും ഫലം കായ്ക്കാനായിട്ട്, അധികമായിട്ട് ഫലം കായ്ക്കാൻ, ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഫലം കായ്ക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. എന്നാൽ അധികമായിട്ട് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാനായിട്ട് കർത്താവ് വീണ്ടും നമ്മളെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഒരു വർഷം കൂടെ കർത്താവ് തരുവാണ്. ഇനിയും കിളച്ച് വളവും വെള്ളവും ഒക്കെ ഒഴിച്ച് കൂടുതലായിട്ട് എൻ്റെ മകൻ എൻ്റെ മകളെ ഫലം കായ്ക്കും. ആ ഒരു വലിയ പ്രത്യാശയിൽ വലിയ പ്രതീക്ഷയോട് ഉറ്റു നോക്കിക്കൊണ്ട് നമുക്ക് കർത്താവ് ഒരു വർഷം കൂടെ തരുമ്പോൾ അവിടെ കർത്താവെ അവിടുത്തെ ഹൃദയത്തെ നിരാശപ്പെടുത്താതെ വണ്ണം ഇപ്പോഴും ഫലം കായ്ക്കുക. നമ്മളിപ്പം വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും അവിടെ നിത്യതയിൽ 12 കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്. നമ്മൾ തിരിച്ച് ഈ സഹോദരനെ ഇന്നിങ്ങനെ അങ്ങ് പോയി ടാൻജന്റിലോട്ട് പോയി പുതുവർഷ ശുശ്രൂഷയൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും വെളിപാട് പുസ്തകത്തിലേക്ക് വരത്തില്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത്. ഈ വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മളിപ്പോൾ എത്തി. എന്താ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വെളിപാട് പുസ്തകം 22 അധ്യായത്തിലാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. വെളിപാട് പുസ്തകം 22 അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഞാൻ 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. വീഥിയുടെ നടുവിൽ, അവിടെ സ്വർണ്ണ തെരുവീഥികൾ എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നമ്മൾ അതിന് തൊട്ട് മുമ്പത്തെ വാക്യങ്ങളിൽ വായിച്ചായിരുന്നു. ഇവിടെ അവിടെ ആ ഒരു സ്ട്രീറ്റ്സ് ഓഫ് ഗോൾഡ് എന്നൊക്കെ അതിൻ്റെ സ്ട്രീറ്റ്, അതെ, 21-ാമത്തെ വാക്യത്തിൽ 21-ന്റെ 21-ലൊക്കെ വെളിപാട് 21-ന്റെ 21-ലൊക്കെ എന്താ, ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീഥി 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 ബ്രത്ത് വീഥി എന്താ വഴി. നമുക്ക് ഈ മലയാളത്തിലെ കുഞ്ഞുങ്ങൾക്ക് നാനാർത്ഥവും ഇതൊക്കെ ഉള്ളതുപോലെ വീഥി ആണെങ്കിൽ ബ്രെഡ്ത്ത്, ഇത് വീഥി വഴി. അപ്പം അത് 21-ന്റെ 21 കണ്ടല്ലോ അല്ലേ? ഓക്കെ. വെളിപാട് 21-ന്റെ 21 നഗരത്തിന് വീഥി വഴി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. അപ്പം ആ വീഥിയുടെ നടുവിലാണ് നമ്മൾ 22-ന്റെ 1 അവിടെ ഒരു സിംഹാസനമാണ്. അവിടെ ത്രിയേക ദൈവത്തെ നമ്മൾ കാണുന്നത്. ദൈവപിതാവ്, കുഞ്ഞാട്, ആ സിംഹാസനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദി ഒഴുകി വരുന്നു. ഇതുപോലെ ആ ത്രിയേക ദൈവത്തെ കാണുന്ന പല സന്ദർഭങ്ങളും നമ്മൾ വചനത്തിൽ കണ്ടു. നമ്മളത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ത്രിയേക ദൈവത്തെ കണ്ടു. നമ്മൾ സൃഷ്ടിക്കാം, നമ്മുടെ സ്വരൂപത്തിലും സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറലാണ്. ഉൽപ്പത്തി 1-ന്റെ 26, 27 ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്നാനജലത്തിൽ കർത്താവിനെ സ്നാനപ്പെടുമ്പോൾ യോർദാൻ നദിക്കരയിൽ മത്തായി 3-ാം അധ്യായത്തിൽ, ലൂക്കോസ് 3-ാം അധ്യായത്തിൽ, മർക്കോസ് 1-ാം അധ്യായത്തിലൊക്കെ കർത്താവിന്റെ സ്നാനത്തിൽ അവിടെ പിതാവിന്റെ ശബ്ദം, പുത്രനായ ക്രിസ്തു സ്നാനപ്പെടുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വന്ന് കർത്താവിന്റെ മേലെ വന്നിരിക്കുന്നു. അവിടെയും ത്രിയേക ദൈവത്തെ നമ്മൾ കാണുന്നു. പിന്നെ കർത്താവ് സ്നാനപ്പെടുത്താൻ പറയുമ്പോഴും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മത്തായി 28-ന്റെ 18-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഈ വെളിപാട് പുസ്തകത്തിൽ തന്നെ ത്രിയേക ദൈവത്തെ കാണുന്ന ഒരു പിക്ചർ വെളിപാട് 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിലുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചായിരുന്നു. വെളിപാട് 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം 17-ാമത്തെ വാക്യം, സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട്. അപ്പൊ ഇവിടെയും സിംഹാസനത്തെ കുറിച്ച് പറയുക. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാടാകുന്ന ക്രിസ്തു അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും. അപ്പം കുഞ്ഞാട് മേയിച്ച് നടത്തുന്ന പറയുമ്പോൾ അവിടെ യേശുവിനെ കുറിച്ച് പറയുന്നു. തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ എന്ന് പറയുമ്പോൾ പിതാവാം ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. അവിടെയും ആ ഒരു തൃത്വത്തെ നമ്മൾ 3 വ്യക്തിത്വങ്ങളായിട്ട്, ഒരു ദൈവമാണ് എന്നാൽ 3 വ്യക്തിത്വങ്ങളായിട്ട് നമ്മളവിടെ കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ കർത്താവ് പറഞ്ഞ ഒരു 3 പാരബിൾസിൽ ആ തൃത്വത്തെ കാണുന്നുണ്ട്. അത് ലൂക്കോസ് 15-ാം അധ്യായം, കഴിഞ്ഞ ആഴ്ച തോമസ് ബ്രദർ ലൂക്കോസ് 15-ലെ 3 ഉപമകളൊക്കെ ഒന്ന് സ്പർശിച്ചായിരുന്നല്ലോ. അപ്പൊ ആ ലൂക്കോസ് 15-ാം അധ്യായം ലൂക്ക് ചാപ്റ്റർ 15-ലേക്ക് പോവുകയാണെങ്കിൽ അവിടെ തൃത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്ത് ദൈവം എന്താ ഒളിഞ്ഞിരിക്കുന്നേ? ദൈവം ഒളിഞ്ഞിരിക്കുന്നെന്ന് പറയുന്നത് ഏത് വചനത്തിലാ? നമ്മൾ ലൂക്കോസ് 15-ലേക്ക് വരുന്നതിന് മുമ്പേ യെശയ്യാവ് 45-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ദൈവം മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമാണെന്ന് പറയുന്നുണ്ട്. യെശയ്യാവ്
45 അധ്യായത്തിന്റെ 22-ാമത്തെ ആ, 22-ാമത്തെ അല്ല 22-ലെ വാക്യം അത് 15-ാമത്തെ വാക്യം 22-ലെ നിങ്ങൾ ഇങ്ങോട്ട് തിരിവെന്ന് പറയുന്നുണ്ട്. യെശയ്യാവ് 45-15 ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവുമായുള്ളവയെ നീ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം എന്നാണ് വായിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. യു ആർ എ ഗോഡ് ഹു ഹൈഡ്സ് ഹിംസെൽഫ്. അതായത് ദൈവം എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ ഉണ്ട്, നിങ്ങളെല്ലാം മര്യാദയ്ക്ക് എന്നെ അനുസരിച്ചോണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്ക എന്ന് വലിയൊരു അശരീരിയായിട്ടൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുമായിരുന്നെങ്കിൽ പിന്നെ ലോകത്ത് നാസ്തികര്, നിരീശ്വരവാദികളൊന്നും കാണത്തില്ല. കാര്യങ്ങളൊക്കെ എളുപ്പമായി. നമുക്ക് പിന്നെ സുവിശേഷം പറയേണ്ട വലിയ പ്രയാസമൊന്നുമില്ല. കർത്താവ് തന്നെ കാര്യങ്ങളെല്ലാം അതുപോലെ അങ്ങ് വെളിപ്പെടുത്തുമായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു അല്ലേ. പക്ഷെ അങ്ങനെയല്ല, ദൈവം മറഞ്ഞിരിക്കുകയാണ്. ജ്ഞാനികളെയും വിവേകികളെയും ഒക്കെ അങ്ങ് മറച്ചു വെച്ചിട്ട് ശിശുവിന്റെ ഹൃദയത്തിന്റെ ആ ഒരു താഴ്മയിലേക്ക് വരുന്നവർക്ക് മാത്രമേ ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇതെല്ലാം മറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഇവരെന്ത് ഈ പറയുന്നത്? ഇവർ ദൈവത്തെ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, പക്ഷേ വിശ്വാസത്തെ കാണുന്നു കേൾക്കുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇവർ ഏതോ കാണാത്തയും കേൾക്കാത്ത ഒരു സ്വർഗത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ദൈവത്തിന് വേണ്ടി അങ്ങനെയൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ജ്ഞാനികളും വിവേകികളുമായിട്ടുള്ള ഇന്നത്തെ ആ ഒരു സ്വയത്തിൽ വലിയ ആ ഒരു വലിയ ധാർഷ്ട്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒരു ഭോഷത്വം. ഈ ക്രൂസിന്റെ വചനമൊക്കെ എത്ര ഭോഷത്വം! 1 പറയുന്നത് ക്രൂസിന്റെ വചനം ഭോഷത്വമാണ്, നശിച്ചു പോകുന്നവർക്ക്. എന്നാൽ നമുക്കത് ശക്തി നൽകുന്ന വചനമാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ടല്ലോ. 1 ഇവിടെ യെശയ്യാവ് 45-15 ഹി ഹൈഡ്സ് ഹിംസെൽഫ്. ദൈവം പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ദൈവം വെളിപ്പെട്ട് കിട്ടി നമ്മൾ പറയുന്നു. പക്ഷേ നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പലതരം നിരാശയോ ദേഷ്യമോ അസൂയയോ പ്രയാസമോ ഒക്കെ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ ദൈവമുണ്ടോ? ദൈവം അവിടെ മറഞ്ഞിരിക്കുകയാണ്. നമ്മളവിടെ നമ്മെ തന്നെ താഴ്ത്തുകയാണെങ്കിൽ നമുക്കവിടെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുകയും, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. പരിശുദ്ധാത്മാവ് നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് ഹൃദയശുദ്ധി വരുന്നത്. കർത്താവിൻ്റെ രക്തത്തിൽ കഴുകപ്പെടുമ്പോൾ നമുക്കൊരു ശുദ്ധ മനസാക്ഷി വരുന്നു. എന്നാൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടാകുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്, ഫോർ ദേ വിൽ സീ ഗോഡ്. എവിടെ പറയുന്നത്? മത്തായി 5-8 വാക്യത്തിൽ അത് പറയുന്നത്. ഞാൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മോട്ടോ ആയിരുന്നു അത്. അന്ന് അത്രയും വർഷങ്ങൾ 2-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ആ സ്കൂളിൽ പഠിച്ചെങ്കിലും ഇത് സ്കൂളിൻ്റെ മോട്ടോ എന്ന് അറിയുകയും ചെയ്യാം. എന്നാൽ ഇത് ബൈബിളിലെ വാക്യമെന്ന് അറിയത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ ബൈബിൾ റെഫറൻസ് ഒന്നും ആ മോട്ടോയുടെ കൂടെ ഇല്ലായിരുന്നു. പിന്നീട് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാവും ഇത് ബൈബിളിലെ വാക്യമായിരുന്നു ഇത്രയും നല്ല പ്യൂർ ഇൻ ഹാർട്ട് വിൽ സീ ഗോഡ് എന്നുള്ളൊരു കാര്യം. അപ്പം അതായത് ലൂക്കോസ് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് 15-ാം അധ്യായത്തിൽ എത്ര ഉപമകളാണ് കർത്താവ് പറയുന്നേ? 3 ഉപമകളാണ് പറയുന്നത്. 3 ഉപമകളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. എവിടെ? മുടിയനായ പുത്രന്റെ ഉപമയിൽ ആരാ ഉള്ളേ? പിതാവാം ദൈവത്തിന്റെ സ്നേഹമാണ്. ആ ഒരു പിതാവ് തനിക്കെതിരെ റിബൽ ചെയ്ത് മത്സരിച്ച് പോയ ആ പുത്രനെ കാത്തിരിക്കുന്ന സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, വലിയ ആവലോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവിൻ്റെ ഹൃദയം. അവിടെ പിതാവാൻ ദൈവത്തെ നമ്മൾ മുടിയനായ പുത്രൻ്റെ ഉപമയിൽ ലൂക്കോസ് 15-ാം അധ്യായത്തിന് 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പുത്രനെ നമ്മൾ എവിടെ കാണുന്നേ? അതിൻ്റെ ആദ്യത്തെ ഉപമയിൽ തന്നെ പുത്രനായ ഇടയനെയല്ലേ നമ്മൾ കാണുന്നേ? ലൂക്കോസ് 15-ന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണാതായ ആടിനെ തെരഞ്ഞു പോകുന്ന ഇടയൻ ആരാ? നല്ല ഇടയനായ ഞാൻ തന്നെ നല്ല ഇടയനാകുന്നു എന്ന്, ആടുകളുടെ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവ് യോഹന്നാൻ 10-11 കർത്താവ് അതിലേ പറഞ്ഞ ദ ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്നത്. ആ ഇടയൻ അതാണ് ക്രിസ്തു. പിന്നെ അപ്പം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ഒരു പാരബിൾ ഏതാ ഉള്ളത്? 8 മുതൽ 10 വരെയുള്ള ദ്രഹ്മയുടെ ഉപമ. ദ്രഹ്മ എന്നൊക്കെ പറയുമ്പം ഇതെന്ത്? ഈ ദ്രഹ്മ സിൽവർ കോയിൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ മലയാളത്തിൽ ദ്രഹ്മ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ഈ സംഭവം? 10 ദ്രഹ്മയുണ്ട്, 10 സിൽവർ കോയിൻസ് ഉണ്ടെന്ന് ഇംഗ്ലീഷിൽ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സിൽവർ കോയിൻസ് ദ്രഹ്മ കാണാതെ പോയാൽ അവിടെ പറയുന്നത് എന്താ? 8-ാമത്തെ വാക്യം, ലോസ്റ്റ് കോയിൻ, നഷ്ടപ്പെട്ട നാണയത്തിന്റെ ഉപമയിൽ പരിശുദ്ധാത്മാവ് എവിടെ? അവിടെ 8-ാമത്തെ വാക്യത്തിൽ അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എങ്കിൽ ആ സ്ത്രീ എന്ന് പറയുന്നത് സഭയുടെ പ്രതീകമാണ്. സഭയിലൂടെ ആരാ ഇന്ന് പ്രവർത്തിക്കുന്നേ?
പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. സഭയിലുള്ള ഒരു വിശ്വാസി, സഭയിലുള്ള സഹോദരങ്ങളുടെ കെയർലെസ്നെസ് കൊണ്ട്, അശ്രദ്ധ കാരണം, അല്ലെങ്കിൽ അവിടെ വേണ്ടവണ്ണം വചനത്തിൻ്റെ ഒരു ജീവൻ ഇല്ലാത്തത് കാരണം ആ ഇരുട്ടത്ത് ഒരു സഹോദരൻ ഇടർച്ച വന്ന് കാണാതെ പോയപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ സഭയാകുന്ന ആ സ്ത്രീ എന്ത് ചെയ്തു? വിളക്ക് കത്തിച്ച്, വചനത്തിൻ്റെ വിളക്കൊക്കെ കത്തിച്ച്, വിളക്ക് കത്തിച്ച്, വിളക്കിലെ വെളിച്ചം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജീവനാണ് വിളക്കിലെ വെളിച്ചം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. എവിടെ? യോഹന്നാൻ 1:4 വാക്യം. John 1:4. In him was light, in him was life, and that life was the light of men. നമുക്ക് വെളിച്ചമാകുന്ന യേശുവിൻ്റെ ജീവനാണ്, യേശുവിൻ്റെ സ്വഭാവം നമുക്ക് വെളിച്ചമാകുന്നത്. അപ്പം ആ വിളക്ക്, ആ വിളക്കിൽ ആ കർത്താവിൻ്റെ ജീവനാകുന്ന വെളിച്ചം കത്തിച്ച്, അത് ഒരു പൊൻനിലവിളക്കാണല്ലോ സഭ. അപ്പം ആ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി ജഡികമായിട്ടുള്ള ലോകപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സഭയിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് കണ്ടു കിട്ടുന്നിടം വരെ ഈ സൂക്ഷ്മതയോടെ ആ കാണാതെ പോയ നാണയത്തെ അന്വേഷിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ, സഭയിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നാമത്തെ പാരബിളിൽ നമ്മൾ സാങ്ക്ബറിൻ്റെ ഒരു 4 types of backsliders എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട് നമ്മുടെ സമ്പൂർണ്ണ സുവിശേഷം, ഫുൾ ഗോസ്പൽ ബുക്കിനകത്തൊക്കെ ഒരു 4 types of, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ cfcindia.com വെബ്സൈറ്റിൽ തന്നെ 4 types of backsliders വേറെ അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു ആർട്ടിക്കിള്. അതിനകത്ത് ഈ ഒരു പുത്രനും പരിശുദ്ധാത്മാ, പിന്നെ അത് ഒന്നാമത്തെ ഇപ്പം ലോസ്റ്റ് ഷീപ്പ്, കാണാതെ പോയ ആടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആടിൻ്റെ കെയർലെസ്നെസ്, ആടിൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ആട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ഇടനെയൊന്നും നോക്കാതെ, മുമ്പിൽ നടക്കുന്ന ആടുകളൊന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പച്ചപ്പൊക്കെ കണ്ട് ചെറിയതും ഉൾപ്പെടർത്തി പോയി. ആടിൻ്റെ കെയർലെസ്നെസ് കണ്ട് പോയതാണ്. അപ്പം ഇടയൻ തേടി പോകുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. അത് 1 type of ബാക്ക് സ്ലൈഡിങ്. പിന്നെ രണ്ടാമത്തെ ബാക്ക് സ്ലൈഡിങ് സഭയുടെ എന്തെങ്കിലും കുറവ് കൊണ്ട് ചില സഹോദരങ്ങൾക്കൊരു വീഴ്ചയോ താഴ്ചയൊക്കെ വരുമ്പം അവിടെ സഭയിലെ സഹോദരങ്ങൾ അത് മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ ജീവൻ തെളിയിച്ച് സഹോദരനെ വീണ്ടെടുക്കാനായിട്ട് ഉദ്യമിക്കുന്നു. പിന്നെ മൂന്നാമത്തെ ബാക്സ്ലൈഡർ ലോസ്റ്റ് സൺ, മുടിയനായ പുത്രൻ. അവൻ റിബൽ ചെയ്ത് പോവുകയാണ്, മത്സരിച്ച് പോവുക. അപ്പം റിബൽ ചെയ്ത് പോകുമ്പോൾ പിതാവ് അവൻ്റെ പിന്നാലെ ചെല്ലുന്നത് നമ്മൾ കാണുന്നില്ല. ഇടയൻ ആടിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്, എന്നാൽ മത്സരിച്ച് പോകുന്ന മകനായതുകൊണ്ട് അവൻ നെല്ലിപ്പലകയിലെത്തി മനസാന്തരപ്പെട്ട് തിരിച്ചു വരാനായിട്ട് പിതാവ് വെയിറ്റ് ചെയ്യുന്നു. അപ്പം 3 ബാക്സ്ലൈഡേഴ്സ്. പിന്നെ നാലാമത്തെ ബാക്സ്ലൈഡർ ആരാ? അതൊരാളുണ്ട്. അതാരാ? എൽഡർ ബ്രദർ, ജ്യേഷ്ഠ സഹോദരന് അവന് എല്ലാ കാര്യങ്ങളെല്ലാം പരീക്ഷ മനോഭാവത്തിൽ ചെയ്തു എന്നാൽ അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു 4 തരത്തിലുള്ള പിന്മാറ്റക്കാരെ നമ്മൾ ഈ ഒരു ലൂക്കോസ് 15 കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ ഒരു 3 പാരബിളിലും അത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ അവിടെയും കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ വെളിപാട് 22 നമ്മൾ അങ്ങോട്ട് പോയതാണ്. വെളിപാട് 22 എന്താ ഒരു ത്രിയേക ദൈവത്തെ നമ്മൾ കണ്ടു. വെളിപാട് 22:1 നമ്മളിപ്പം വായിച്ചു. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പിളങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു. അപ്പം ആ ഒരു ശുഭ്രമായ ജീവജല നദി, നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ എത്ര ക്ലീൻ ആയിരിക്കണം, നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധയോടെ നമ്മളത് കാര്യങ്ങൾ വാട്ടർ പ്യൂരിഫയറൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇതൊക്കെ കുടിക്കാൻ പറ്റുന്ന വെള്ളമാണോ എല്ലാം നോക്കി നമ്മൾ ആരോഗ്യം നോക്കുന്നത് പോലെ, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു ഏറ്റവും ക്ലീനസ്റ്റ് വാട്ടറായിട്ടുള്ള, ഏറ്റവും ശുഭ്രമായ ജീവജല നദിയായിട്ടുള്ള പരിശുദ്ധാത്മാവിനായിട്ട് നമുക്ക് എത്ര അധികം ഒരു ദാഹമുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഈ തരുണത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ടല്ലോ. എവിടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദി ഒഴുകുന്നെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ പിതാവും പുത്രനും സിംഹാസനത്തിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയാൻ പറ്റുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ ഹെസ്കേൽ 47 പോയായിരുന്നു, ഞാൻ വീണ്ടും പോകുന്നില്ല. മുട്ടോളമല്ല, അരയോളമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം അങ്ങനെ ജീവജല നദിയൊക്കെ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. ആ ജീവവൃക്ഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ജീവവൃക്ഷത്തെക്കുറിച്ച് കണ്ടു. ജീവവൃക്ഷം എന്ന് പറയുമ്പോൾ ട്രീ ഓഫ് ലൈഫ്, അത് ദൈവത്തിൻ്റെ ജീവനെ കുറിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ജീവൻ, അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ ബാക്കിയുള്ള ലേഖനങ്ങളിലും എല്ലാം, ഈവൻ പൗലോസിൻ്റെ ലേഖനങ്ങളിലും എല്ലാം ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്.
എന്താ നിത്യജീവൻ, നിത്യജീവൻ, നിത്യജീവൻ. അയോണിയോസ് അയോണിയോസ് സൊയെ എന്ന് പറഞ്ഞാല് ജീവൻ. അയോണിയോസ് എന്ന് പറഞ്ഞാല് ആദിയില്ല അന്തവുമില്ല, ഇറ്റേണൽ എന്ന് വെച്ചാൽ അന്തമില്ലാത്തത് മാത്രം അല്ല, അന്തമില്ലാത്ത ജീവൻ, അന്തമില്ലാത്ത ഒരു എക്സിസ്റ്റൻസ്, ഒരു നിലനിൽപ്പ്, അന്തമില്ലാത്ത അവസാനമില്ലാത്ത നിലനിൽപ്പ് ആർക്കും ഉണ്ട്. നരകത്തിൽ പോകുന്നവർക്കും അവസാനമില്ലാത്ത നിലനിൽപ്പുണ്ട്. എന്നാൽ ആദിയും ഇല്ല അവസാനവും ഇല്ലാത്ത ജീവൻ ആരുടെ ജീവനാ? അത് ദൈവത്തിന്റെ ജീവനാ. അപ്പം അതാ നിത്യജീവൻ, അയോണിയോസ് വഴി. അപ്പൊ നിത്യജീവൻ, കർത്താവിന്റെ ജീവൻ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സ്വഭാവം, കർത്താവിന്റെ ആ കൃപയും സത്യം നിറഞ്ഞ ആ ഒരു സ്വഭാവം, അത് അതാണ് ആ നിത്യജീവനാണ് ട്രീ ഓഫ് ലൈഫ് എന്നുകൊണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു കർത്താവിന്റെ ജീവവൃക്ഷം ഉണ്ട്. ആ ജീവവൃക്ഷം അത് 12 വിധം ഫലം കഴിച്ചു. നമ്മളിപ്പം പറഞ്ഞു വന്നത് എന്താ? വർഷാവസാനം ആവുമ്പം നമ്മളെ കർത്താവ് നമ്മളുടെ ജീവിതത്തിലെ ഫലങ്ങളൊക്കെ കർത്താവിന് മുമ്പാകെ ഒന്ന് പരിശോധിക്കാനുള്ളൊരു സമയമാണ്. കർത്താവെ, എത്രമാത്രം അങ്ങേക്ക് വേണ്ടി ഫലം കായ്ക്കുവാനായിട്ട്. ഫലം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഫലമുണ്ട്, ശുശ്രൂഷയുടെ ഫലമുണ്ട്. ജീവിതത്തിന്റെ ഫലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ട് നമ്മൾ ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പേഷ്യൻസ്, കൈൻഡ്നസ്, ദയ, പരോപകാരം. ഗലാത്യർ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോവാം. അവിടെ ആ ഒരു നമ്മൾ ഫലം കായ്ക്കുന്ന കാര്യം പറയുമ്പം അവിടെ പരിശുദ്ധാത്മാവ് 9 കൂട്ടം ഫലം, 9 കൂട്ടം ഫലങ്ങൾ എന്ന് പറയുന്നില്ല, ഫലം എന്നാ പറഞ്ഞിരിക്കുന്നേ, സിംഗുലറായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നേ. അപ്പോൾ ഒരു ഫലത്തിന്റെ തന്നെ ഒരു ഓറഞ്ചിന്റെ 9 ഇതളുകൾ മാതിരി, 9 അല്ലികൾ മാതിരി എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഫലങ്ങൾ എന്ന് കർത്താവ് പറയുന്ന ഒരു രംഗം നമ്മൾ മത്തായി 7 കാണുന്നുണ്ട്. ഫലങ്ങൾ നോക്കി അവയെ തിരിച്ചറിയുക എന്നുള്ളൊരു കാര്യം. ഇപ്പം ഫലങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ അതൊരു തെറ്റെന്ന് പറയാനില്ല. എന്ന് വെച്ചാൽ മത്തായി 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു വിരൽ വെച്ചിട്ട് നമ്മളിപ്പം വെളിപ്പാട് 22-ലുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഗലാത്യർ 5-ലേക്ക് വന്നു. മത്തായി 7-ലേക്ക് പോകുമ്പം അവിടെ നോ ദം ബൈ ദി ഫ്രൂട്ട്സ് എന്ന് പറയുന്നുണ്ട്. മത്തായി 7-ന്റെ 16-20 വാക്യങ്ങളിൽ കർത്താവ് അത് പറയുന്നുണ്ട്. യു വിൽ നോ ദം ബൈ ദി ഫ്രൂട്ട്സ്, യു വിൽ നോ ദം ബൈ ദി ഫ്രൂട്ട്സ്. 16-ാമത്തെ വാക്യം മത്തായി 7-ന്റെ 16 അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. 20-ാമത്തെ വാക്യത്തിൽ ആകയാൽ അവരുടെ ഫലത്താൽ നാം മലയാളത്തിൽ എഴുതിയേക്കുന്നത്. പക്ഷേ രണ്ടിടത്തും ഗ്രീക്കിൽ പ്ലൂറലായിട്ടുള്ള ഒരു കാർപ്പോസ് എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്ലൂറലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫലങ്ങളാൽ. അപ്പോൾ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഫലമുണ്ട്. ഫ്രൂട്ട് ഓഫ് എ ലൈഫ്, ഫ്രൂട്ട് ഓഫ് എ മിനിസ്ട്രി, നമ്മുടെ ശുശ്രൂഷയുടെ ഫലം. ശുശ്രൂഷയുടെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എത്രമാത്രം ഒരു ഉപകാരം ഉണ്ടായി. നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മുടെ സഭയിലുള്ളവർക്ക്, ദേശത്തുള്ളവർക്ക്, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവർക്കൊക്കെ നമ്മളുടെ ജീവിതം കൊണ്ടൊരു ഫലം, അവർക്കൊരു ആശ്വാസം, സന്തോഷം, അനുഗ്രഹം, അവർക്കൊരു സമാധാനം, സാന്ത്വനം. നമ്മളിലൂടെ മറ്റുള്ളവരെ ക്രിസ്തുവിനെ അറിയാനും ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെടാനും ഒക്കെ സാധിക്കുന്ന ആ ഒരു ഫലം. ശുശ്രൂഷയുടെ ഫലം എന്ന് പറയുമ്പോൾ മെയിൻലി മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് മിനിസ്ട്രി നമ്മൾ പറയും. ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രിയും ഡിസൈപ്പിൾ മേക്കിംഗ് മിനിസ്ട്രി ഉണ്ട്. ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രി അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഇതുവരെ അറിയാത്തവര് ക്രിസ്തുവിനെ അറിയുന്ന ഒരു ശുശ്രൂഷ. പിന്നെ ഡിസൈപ്പിൾ മേക്കിംഗ്, ക്രിസ്തുവിനെ അറിഞ്ഞവര് ക്രിസ്തുവിൽ ഉറയ്ക്കുന്ന ഒരു ശുശ്രൂഷ. ഡിസിപ്പിൾ മേക്കിംഗ് ആൻഡ് ചേർച്ച് ബിൽഡിംഗ് എല്ലാം വരുന്നൊരു ശുശ്രൂഷ. ദൈവം നമുക്ക് നമ്മളെല്ലാവരും കർത്താവിൻ്റെ സാക്ഷികളായിരിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് വിളിക്കുന്നത്. എന്നാൽ ചിലർക്ക് സുവിശേഷത്തിൻ്റെ കൂടുതലായിട്ടുള്ള വരവും അതിൻ്റെ ഗിഫ്റ്റും കോളിങ്ങും ഒക്കെ ഉള്ളവർ കാണും. എന്തായാലും നമുക്ക് ദൈവം തന്നിട്ടുള്ള പ്രാപ്തികത്വമാണ് മറ്റുള്ളവർക്ക് 12 വിധം ഫലം കായ്ക്കുന്ന ജീവവൃക്ഷം നമ്മളിപ്പം കണ്ടുവരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ, അതാ കർത്താവ് ഈ ഒരു വർഷാവസാനം നമ്മളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഫലമുണ്ടോ എന്ന് നോക്കുന്ന ഒരു കാര്യമാണ്. അത് കർത്താവിന് ഓൾറെഡി അറിയാൻ ഫലമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. നമ്മൾ മുമ്പാകെ കർത്താവ് ഈ ഒരു 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഓരോ മാസങ്ങൾ നമുക്ക് ഓർമ്മയുള്ളിടത്തോളം തിരിഞ്ഞു നോക്കുമ്പം എത്രമാത്രം കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തിന് ഫലം കായ്ക്കുവാൻ, ജീവിതത്തിന് ഫലം ഇപ്പം നമ്മൾ എവിടെ ഉണ്ട്? ഗലാത്യർ 5:22 നമ്മളിപ്പം കണ്ടു. എത്രമാത്രം കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞിരിപ്പാനായിട്ട്, സന്തോഷത്താൽ, കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം നിറഞ്ഞു നിന്നു. സമാധാനം, ഓരോ സമയത്തും അസ്വസ്ഥതയും
പരാതിയും പെറുപെറുപ്പും വിധിക്കുന്ന മനോഭാവവും അങ്ങനെയൊക്കെയുള്ള അക്ഷമയൊക്കെ ആയിരുന്നു. അതൊരു ദൈവത്തിൻ്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. സമാധാനമായിരുന്നു നമ്മുടെ ഹൃദയത്തിന് റെഫറി ആയിട്ടുണ്ടായിരുന്നത്. സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിലെ റെഫറി ആയിരിക്കട്ടെ, വാഴട്ടെ വാഴട്ടെ എന്നൊക്കെ കൊളോസ്യർ 3:25 3:15 നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ. ഇപ്പം സമാധാനം, പിന്നെന്താ, ദീർഘക്ഷമ, ലോങ് സഫറിങ് അല്ലെങ്കിൽ പേഷ്യൻസ് എന്നുള്ളൊരു കാര്യം. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ ഒരു കർത്താവിൻ്റെ പോലുള്ളൊരു ക്ഷമ. നമ്മളിപ്പം കഴിഞ്ഞ കോൺഫറൻസ് നമ്മൾ കേട്ടായിരുന്നു, സ്നേഹത്തിൻ്റെ ഒരു പ്രാഥമികമായ ക്വാളിറ്റി ആണ് എന്ത്? ക്ഷമ. മാക്രോത്തീമിയ എന്ന് പറഞ്ഞൊരു വാക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ, യുനോ പേഷ്യൻസിന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ക്വാളിറ്റി ക്ഷമയാന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? 1 Corinthians 13 നമുക്ക് അവിടെ കോൺഫറൻസിന് അവിടെ ഇടയ്ക്ക് എന്താ എന്തോ അവിടെ നമ്മുടെ റെക്കോർഡിങ്ങിലോ അതിൻ്റെ മൈക്കിലോ സെറ്റിങ്സിലോ എന്തോ ഒരു പ്രശ്നം വന്ന് ബ്രേക്ക് വന്നപ്പം സാക്ബേർ പിന്നെയും സംസാരിക്കാൻ തുടങ്ങിയപ്പം വേറെ പറഞ്ഞ് അല്ലേ, വൺ ഓഫ് ദ ഫസ്റ്റ് ക്വാളിറ്റി ഓഫ് ലവ് ഇസ് പേഷ്യൻ. അതായത് എവിടെ നമ്മൾ വായിക്കുന്നത് 1 Corinthians 13 സ്നേഹത്തെക്കുറിച്ച് അനേകം കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം തന്നെ വായിക്കുന്ന ഗുണം എന്താ? ലവ് ഇസ് പേഷ്യൻറ്റ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. അതാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കിപ്പോൾ നമ്മളുടെ പലപ്പോഴും ക്ഷമ പരിശോധിക്കുന്നത് നമ്മളുടെ വീട്ടിലായിരിക്കും. നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അപ്പനമ്മമാരോട്, സഹോദരങ്ങളോട്, ഇവൻ കൂട്ടു സഹോദരങ്ങളോട്, നമ്മളുടെ ജോലി സ്ഥലത്തുള്ളവരോട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവരോട്, നമ്മളുടെ കീഴുദ്യോഗസ്ഥരോടോ മേലുദ്യോഗസ്ഥരോടോ ഒക്കെയുള്ള നമ്മളുടെ ഒരു ദീർഘമായി ക്ഷമിക്കുകയും. മാക്രോ തൈമിയോ എന്ന് പറഞ്ഞൊരു, ഇപ്പം ഇവിടെ നമ്മൾ മാക്രോ തൈമിയ എന്നുള്ളൊരു വാക്ക് അതിൻ്റെ നൗൺ ഫോം ഇവിടെ ഗലാത്യർ 5:22 നമ്മൾ വായിച്ച്. 1 Corinthians 13:4 സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും എന്ന് പറയുമ്പോൾ മാക്രോ തൈമിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു വേർബ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിൽ അതേ പദം തന്നെ വേർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ലവ് ഇസ് പേഷ്യൻസ്, ലവ് ഇസ് കൈൻഡ്, ലവ് ഇസ് നോട്ട് ജലസ് എന്ന് പറഞ്ഞ് നമ്മൾ തുടർന്ന് ലിസ്റ്റ് വായിക്കും. ആദ്യം എൻ്റെ ആ 13:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിൻ്റെ വർണ്ണന, ബൈബിളിലെ സ്നേഹത്തെക്കുറിച്ച് മാത്രം അതുപോലെ ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത് 1 Corinthians 13. അപ്പം അതിൽ ആദ്യത്തെ ക്വാളിറ്റി ലവ് ഇസ് പേഷ്യൻ്റ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം ആ ഒരു ക്ഷമ, ദീർഘക്ഷമ എന്ന് പറഞ്ഞ ഒരു ഫലമുണ്ട് എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ തിരിച്ച് ഗലാത്യർ 5:22 വരുമ്പോൾ ദയ, മറ്റുള്ളവരോടുള്ള സ്നേഹം, ദയ കാണിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ 1 Corinthians 13:4 വായിച്ച ഒരു ദയ, ആ ഒരു ചിലർ പ്രയാസത്തിലായിരിക്കുന്നവരോട് നമുക്കൊരു മനസ്സിലും ദയായ, അതാ പേഷ്യൻസ്, കൈൻഡ്നസ്. പിന്നെ പരോപകാരം, ഗുഡ്നസ്, മറ്റുള്ളവരുടെ ഒരു നന്മ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധമുള്ള എന്തെങ്കിലും ഒരു നന്മ മറ്റുള്ളവർക്ക് നൽകാൻ ഒരു നല്ല വാക്കായിരിക്കും. നമുക്ക് ഒരു നല്ല അഭിനന്ദനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ ആയിരിക്കാം. ഒരു പരോപകാരം, നന്മ. പിന്നെ വിശ്വാസം, വിശ്വസ്തത നമ്മുടെ ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത്. വിശ്വസ്തത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല, എന്ന് വിശ്വാസം എന്നാണ് അത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് KJV ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പിസ്റ്റിസ് എന്ന് പറയുമ്പോൾ വിശ്വാസം. 244 തവണ ഈ പിസ്റ്റിസ് എന്നുള്ള വാക്ക് പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിട്ടുണ്ട്, ഗ്രീക്കിലെ ആ വാക്ക്. അതിൽ 239 തവണയും KJV പിസ്റ്റിസ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിലയിടങ്ങളിൽ വിശ്വസ്തതയെന്നും ഉറപ്പും എന്നുള്ള അർത്ഥത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. കർത്താവിലുള്ള വിശ്വാസം, കർത്താവെല്ലാം ചെയ്യും, കർത്താവിനെ വചനം അനുസരിക്കാൻ സഹായിക്കും, പാപത്തെ ജീവിക്കാൻ സഹായിക്കും, കർത്താവിൻ്റെ സാക്ഷിയാകാൻ സഹായിക്കും, പാപത്തെയും പാരമ്പര്യത്തിനെയൊക്കെ എതിരായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവം സഹായിക്കും, കർത്താവിൻ്റെ സാക്ഷിയായിട്ട് കർത്താവിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും, എല്ലാ കൽപ്പനകൾ അനുസരിക്കാനും എല്ലാ വാഗ്ദത്തങ്ങളും അവകാശമാക്കാനും കർത്താവിനെ സഹായിക്കും. അതൊരു വിശ്വാസം. വാഗ്ദത്തമാകെ സ്വന്തമാക്കുവാൻ പൂർണ്ണപ്രകാശം രക്ഷക പൂർണ്ണ വിശ്വാസത്തെയും താന്ന് നാഗൽ സാഹിബ് പാടിയതുപോലെ യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്യക്കാക്കുവാൻ. അപ്പം ആ ഒരു പൂർണ്ണ വിശ്വാസം, വാഗ്ദത്തമാ നിക്ഷേപം ഞാൻ ആകെയും സ്വന്തമാക്കുവാൻ. എൻ്റെ കുറച്ചൊക്കെ അധികം മൂല്യം സ്വന്തമാക്കാനല്ല, ആകെ കർത്താവെ അവിടുത്തെ വാഗ്ദത്തങ്ങൾ, കൽപ്പനകളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന എല്ലാ കൽപ്പനകളും, എല്ലാ വാഗ്ദത്തങ്ങളും എൻ്റെ ജീവിതത്തിൽ നിറവേറണം കർത്താവെ, അതിനായിട്ട് എന്നെ ഏൽപ്പിക്കുന്നു. അത് വിശ്വാസം.
പിന്നെ ആ ഭൗതികമായിട്ടുള്ള കർത്താവ് ഉള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തോളും. പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പലരുടെ മാനസാന്തരത്തെക്കുറിച്ചും പലരുടെ ആത്മീയ പുരോഗതിയെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അതിനായിട്ടുള്ള വിശ്വാസം, പിന്നെ ഭൗതികമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങളും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെല്ലാം ഉള്ള കർത്താവ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ വിശ്വസ്തതയും അതിൻ്റെ ആ ഒരു ഷെയ്ഡ് ഓഫ് മീനിങ് തന്നെ. ക്രിസ്ത്യസ് എന്നുള്ള വാക്കിന് ഫെയ്ത്ത് എന്ന് ഫെയ്ത്ത്ഫുൾനെസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. KJV ഫെയ്ത്ത് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നമ്മുടെ തമിഴ് ബൈബിളിലൊക്കെ തമിഴ് സഹോദരങ്ങളുടെ ബൈബിളിലൊക്കെ എടുത്ത് നോക്കി വിശ്വാസം എന്ന് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട്. മലയാളത്തിൽ വിശ്വസ്തത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വിശ്വാസം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, വിശ്വസ്തതയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. വിശ്വസ്തതയും കോഴ്സ് നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്ന ഒരു വിശ്വസ്തതയും, പരസ്പരമുള്ള വിശ്വസ്തത, ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തത, കൂട്ടു സൗകര്യങ്ങളോടുള്ള വിശ്വസ്തത, കർത്താവിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തത, കർത്താവിനോടുള്ള വിശ്വസ്തത എല്ലാം പരിശുദ്ധാത്മാവിനെ നമുക്ക് തരണം. അപ്പം വിശ്വാസം, വിശ്വസ്തതയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ഇപ്പം വിശ്വസ്തത, സൗമ്യത, സൗമ്യത, കർത്താവിൻ്റെ ആ ഒരു ജെന്റിൽനെസ്. ശരിയാണ്. ചില സമയത്ത് കർത്താവ് ചാട്ടവാർ എടുക്കേണ്ട സമയത്ത് നല്ല ചാട്ടവാർ എടുത്ത് ദേവാലയത്തെ ശുദ്ധിയാക്കുന്നിടത്ത് മാത്രമല്ല, ശിഷ്യന്മാർക്ക് നല്ല ഡോസ് കൊടുക്കേണ്ട സമയത്ത് അല്പവിശ്വാസികളെ യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞ് നല്ല ഡോസ് കൊടുക്കുന്ന കർത്താവിനെ നമുക്കറിയാം. അപ്പം അവിടെ കർത്താവിന് സൗമ്യത പോയൊന്നുമില്ല. സൗമ്യതയിൽ തന്നെ ഒരു കാർക്കശ്യമുണ്ട്. എന്നാൽ അതുപോലെ എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കുന്ന, കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഓങ്ങിയ ആ സഹോദരിയെ കർത്താവ് ആ മരണനിഴലിൻ്റെ താഴ്വരയിൽ നിന്ന് രക്ഷിച്ചു. അവള് മുമ്പിൽ മരണമാകണ്ടേ, ഇനിയിപ്പം എല്ലാവരും കൂടെ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവുകയാണ്. അപ്പം ഇനിയിപ്പം പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് കർത്താവ് യോഹന്നാൻ 8 പറയുമ്പോൾ അവളുടെ ഹൃദയത്തിലൂടെ പോയിക്കണോ, ഇനിയിപ്പോൾ ഇദ്ദേഹമാണ് ഇനി വല്ല ഉരുളൻ പാപം ചെയ്യാത്തവന് ഇനിയിപ്പം വല്ല ഉരുളങ്കല്ലോ വല്ല പാറയും കാണുകൊണ്ട് എൻ്റെ തലക്കിടാൻ വരുവാണോ എന്ന് അവള് ചിന്തിച്ച് കാണുമോ? ഇല്ല. പക്ഷെ അവള് കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടെങ്കിലും ഉണ്ടാവണം. ഇദ്ദേഹം സാധാരണ മതപ്രമാണികളെ പോലല്ല, ജീവന്റെ വചനങ്ങളുള്ളവനാണ്. അദ്ദേഹത്തിനെ രക്ഷിക്കും. അവർ മരണനിഴലിന്റെ താഴ്വര എന്നാണ് നമ്മളവിടെ സങ്കീർത്തനം 23 വായിക്കുന്നത്, അല്ലേ? വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്. മരണം വരുന്നു, അതിൻ്റെ ഒരു നിഴൽ ഇങ്ങനെ കാണുന്നു. മരണം തൻ്റെ മരണം മുമ്പിൽ കാണുവാണ്. ഇപ്പൊ ഇനിയിപ്പം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ പോവുക. അപ്പോഴാണ് ഈ ഇടയൻ വന്ന് ആടിനെ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. ചെന്നായ്ക്കളാകുന്ന പരീശന്മാരെല്ലാം അവരെല്ലാം കാർന്നു തിന്നാൻ വേണ്ടി ആക്രോശിച്ചുകൊണ്ട് വന്നപ്പം കർത്താവിൻ്റെ ഒരു വാക്യം കൊണ്ട് കർത്താവ് അവരെയൊക്കെ ആട്ടി ഓടിച്ചെന്ന് പറയാം. അപ്പം ആ പരീശന്മാരുടെ കർത്താവിൻ്റെ കാർക്കശ്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്ത്രീയോട് കർത്താവിൻ്റെ ആ ഒരു മനസ്സിൽ ഞാനും നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, ഐ ഓൾസോ ഡു നോട്ട് കണ്ടം യു, ഡു നോട്ട് സിൻ എനിമോർ, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ആ വാക്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? യോഹന്നാൻ 8:11 വാക്യം. അവിടെ ഒരു കർത്താവിൻ്റെ ഒരു സൗമ്യത, ആ ഒരു എത്രമാത്രം ആർദ്രതയോടായിരിക്കും കർത്താവ് ആ സഹോദരിയോട് സംസാരിച്ചത്. അവിടെ വല്ലാത്ത ഒരു അവസ്ഥയിൽ വല്ലാതെ തൻ്റെ ജീവിതം അങ്ങ് വല്ലാതെ എംബാരസിങ് ആയിട്ടുള്ള, വല്ലാത്ത ഒരു പരിഭ്രമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി. പക്ഷെ കർത്താവ് പറയുന്ന അതിൻ്റെ 10 വാക്യം ഞാൻ വായിക്കാം. യേശു നിവർന്ന് അവളോട്, യോഹന്നാൻ 8:10, യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവരെവിടെ, നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഐ ഓൾസോ ഡു നോട്ട് കണ്ടം യു. എത്ര വലിയൊരു ജീവജല നദികൾ ഒഴുകിയ ഒരു വാക്കുകളായിരിക്കും. ഐ ഡു നോട്ട് കണ്ടം യു. ആ സഹോദരിയുടെ കാതുകളിൽ ആ വാക്കുകൾ എത്ര അധികം മുഴങ്ങിക്കാണും. ഞാനും നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അതിൻ്റെ ജീവിതത്തിൽ പല കുറ്റബോധത്തിൻ്റെ കോണ്ടംനേഷൻ, ആ ഒരു ഞാൻ വീണുപോയായിരുന്നല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള കുറ്റബോധത്തിൻ്റെ തീയമ്പുകളൊക്കെ സാത്താൻ പിന്നെയും കൊണ്ടിടാൻ നോക്കുമ്പം ഐ ഡു നോട്ട് കണ്ടം യു, ദർ ഇസ് നോ കോണ്ടംനേഷൻ ഫോർ ദോസ് ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുയേശുവിലുള്ളവർക്ക്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല, കുറ്റബോധം ഇല്ല. കർത്താവ് എൻ്റെ പാപമെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറയുന്ന കർത്താവിൻ്റെ സ്വരം. അതിനോടൊപ്പം തന്നെ കേട്ടു, ഇനി പാപം ചെയ്യരുത്. ശരിയാണ്, ഇതുവരെ ഉള്ളതെല്ലാം കുറ്റം വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത് എന്ന് കൽപ്പിക്കുന്ന ആ ഒരു കർത്താവിൻ്റെ ആ ഒരു സ്നേഹവും കാർക്കശ്യവും ഒക്കെ. അപ്പം അതാ സൗമ്യത. പിന്നെ കർത്താവിൻ്റെ താടിരോമം പറിക്കുമ്പോഴൊക്കെയും എന്താ കർത്താവ്
മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയൊക്കെ നിന്ന് കൊടുത്ത കാര്യമൊക്കെ നമ്മൾ യെശയ്യാവ് 50 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കർത്താവ്. കർത്താവിൻ്റെ മുഖത്ത് അവരിടിച്ച്, നമ്മൾ ലൂക്കോസ് 22 കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടു. പത്രോസ് കർത്താവിൻ്റെ മുഖം കണ്ട് മാനസാന്തരപ്പെട്ടു എന്നാൽ അതേ മുഖത്തേക്ക് പരീശന്മാർ നിന്ന് ഇടിച്ച് കണ്ണൊക്കെ മൂടി ഇടിച്ചിട്ട് ആരാ ഇടിച്ചതെന്ന് പറ, നീ പ്രവചിക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യം ലൂക്കോസ് 22 62 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അപ്പം ആ ഒരു അവിടെയൊക്കെ സൗമ്യമായിട്ട് പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ 1 പത്രോസ് 2:21 മുതലും അവിടെ അത് വായിക്കുന്നുണ്ട്. കർത്താവ് അതുപോലെ ഏൽപ്പിച്ചു കൊടുത്തു, പിതാവിൻ്റെ മുമ്പാകെ അതുപോലെ ഏൽപ്പിച്ചു കൊടുത്തൊരു കർത്താവ്. അപ്പം അതാണ് നമ്മളിവിടെ വായിക്കുന്നത്, ആ ഒരു സൗമ്യത. പിന്നെന്താ? ഇന്ദ്രിയ ജയം. നമ്മൾ ഇവിടെ തിരിച്ച് എവിടെത്തി? ഗലാത്യർ 5:22 ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ. നമ്മുടെ ചിന്തകളെയും കണ്ണുകളെയും നാവിനെയെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി. നമ്മുടെ ചിന്തകൾ, നമ്മളുടെ നാവ് എന്ത് പറയണം, എന്ത് പറയരുത്, എങ്ങനെ പറയണം, പിന്നെ നമ്മുടെ നോട്ടം എങ്ങോട്ട് പോകുന്നു, വേണ്ടാത്തടത്തേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കണ്ണുകളെ കൺട്രോൾ ചെയ്യുന്ന ഇന്ദ്രിയ ജയം, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലം. അപ്പം അങ്ങനെ 12 തരം ഫലങ്ങളാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി, ഫലങ്ങളിലോട്ട് പോയി. എന്താ നമ്മളെ വെളിപാട് 22 2-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ചേ? 12 വിധം ഫലമുണ്ട്. 12 വിധം 12 പിന്നെ രാവും പകലും ഒന്നും ഇല്ലായിരിക്കും, എപ്പോഴും പകലായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നിത്യത്തിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ വെളിപാട് 21 അവസാനം നമ്മൾ വായിച്ചായിരുന്നു. പിന്നെ രാത്രിയില്ല, കാലമില്ല എവിടെ എന്നൊക്കെ നമ്മളിപ്പം പാട്ടിലും നമ്മൾ പാടി. അപ്പം ഇന്ന് 12 മാസങ്ങളെന്ന് നമുക്കറിയാം. അന്ന് നിത്യതയിൽ അതുപോലുള്ള മാസങ്ങളോ വർഷങ്ങളിലോ കണക്കോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ഒരു 12 എന്നുള്ളൊരു സംഖ്യ അവിടെ പറഞ്ഞിരിക്കും. 12 വിധം ഫലം കായ്ച്ച്, എല്ലാ തരത്തിലുള്ള ഫലം കായ്ച്ച്, മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ അതുപോലൊരു ഫലം കൊടുക്കുന്നൊരവസ്ഥ. നമ്മൾ ലൂക്കോസ് 13 ആ പാരബിളിലേക്ക് ഒന്നുകൂടെ ഞാൻ വരാം. നമ്മൾ വർഷാന്ത്യത്തിലായിരിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മളുടെ ജീവിതം പിന്നെ ഫലം ലൂക്കോസ് 13 യോഹന്നാൻ 15 കർത്താവിൽ വസിച്ച ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നേ. വെരി ഗുഡ്. എന്നാൽ ലൂക്കോസ് 13 കർത്താവ് പറയുന്ന ആ ഒരു പാരബിളുണ്ട് അല്ലേ? നമ്മള് ഒരു വർഷം കൂടെ നമുക്ക് നീട്ടിത്തരുവാനായിട്ട് തൻ്റെ രക്തത്തോടെ ഇൻ്റർസീഡ് ചെയ്യുന്ന, പക്ഷപാതം ചെയ്യുന്ന പുത്രനെ നമ്മളവിടെ കാണുന്നുണ്ട്. ലൂക്കോസ് 13:6 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ ഈ ഉപമയും പറഞ്ഞു, അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തിന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. എവിടാ? ലൂക്കോസ് 13:6 വാക്യം, ലൂക്ക് 13:6. അപ്പം മുന്തിരിത്തോട്ടമാണ്. മുന്തിരിത്തോട്ടത്തിൽ എന്തുണ്ട്? അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അത് പ്രാഥമികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ കർത്താവ് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ രൂപമായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഇന്ന് വചനം നമ്മളിന്ന് വായിക്കുമ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഉപമയാണ്. എന്താ? അത്തിവൃക്ഷം ഉണ്ടായിരുന്നു, അവൻ അതിൽ ഫലം തിരഞ്ഞ് കണ്ടില്ല താനും. അത്തിവൃക്ഷത്തിൽ എന്താ കർത്താവ് തിരയുന്നത്? ഹി കെയിം ലുക്കിംഗ് ഫോർ ഫ്രൂട്ട്, നോട്ട് ലീവ്സ്. ഇലകള് അതൊരു മതപരമായ പ്രവർത്തികളെ സൂചിപ്പിക്കുന്ന റിലീജിയസ് ആക്ടിവിറ്റീസ്. പല കാര്യങ്ങൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അത്തി ഇല കൊണ്ടാണ് ആദാം തൻ്റെ നഗ്നത മറയ്ക്കാൻ നോക്കിയത്. അതായത് സ്വന്തം നീതി, അതാ അത്തിയില. സ്വന്തം നീതി അത് കറപുരണ്ട തുണി പോലെയാണെന്നുള്ള വാക്യമൊക്കെ നമ്മൾ യെശയ്യാവ് 64:6 വാക്യമൊക്കെ കഴിഞ്ഞ കോൺഫറൻസിൽ നമ്മളത് വിട്ടുപേറുന്നൊക്കെ വീണ്ടും കേൾക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അപ്പം ആ ഒരു അത്തിയില അത് റിലീജിയസ് ആക്ടിവിറ്റി, സെൽഫ് എഫേർട്സ്, നമ്മളുടെ സ്വയപ്രയത്നം, അത് കൊണ്ടുള്ള ഒരു മതപരമായ ചടങ്ങുകളോ, ഞാൻ ആ മീറ്റിങ്ങിന് പോയി അത് ചെയ്തു, അത് ചെയ്തു, പുറമേ ഉള്ള ചില മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഭക്തിയുടെ വേഷം, അതാ ഇലകൾ. എന്നാൽ അത് ആ അത്തിയില ഇരുന്ന് തൻ്റെ നഗ്നത മറയ്ക്കാൻ ഇരുന്നില്ലെന്ന് കണ്ട് കർത്താവ് തന്നെ അവന് അവിടെ ആനിമൽ സ്കിന്നോടുകൂടി, മൃഗത്തിൻ്റെ രോമത്തോടു കൂടിയുള്ള ആ ഒരു വസ്ത്രം കൊടുക്കുന്ന രംഗമൊക്കെ നമ്മൾ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ നീതി അങ്കിയാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം ഇവിടെ അവൻ അതിൽ ഫലം തിരഞ്ഞ് വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളയുക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലും ഇല്ലെങ്കിൽ വെട്ടിക്കളയാൻ ഉത്തരം പറഞ്ഞു.
ഉം. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ, അപ്പം ആ ഒരു കാര്യം എന്താ, നമുക്ക് ഒരു വർഷം കൂടെ കർത്താവിൻ്റെ ദാനമാണ്. നമ്മൾ ശരിയാണ്, നമ്മൾ ഓരോ പിറന്നാളിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ഈ കാര്യങ്ങൾ കർത്താവ് നമുക്ക് ഒരു വർഷം കൂടെ തരുന്നു എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. എന്നാൽ വർഷാവസാനമാകുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് മാത്രമല്ല കുടുംബമായിട്ടും സഭയായിട്ടും ഒക്കെ കർത്താവ് നമുക്ക് ഒരു വർഷം തരുമ്പോൾ കർത്താവ് അവിടത്തേക്കായിട്ട് ഫലം കായ്ക്കുവാൻ നമ്മളിപ്പം ആ ഫലം എന്തൊക്കെയാണെന്നൊക്കെ കണ്ടു. സ്നേഹം, സന്തോഷം, സമാധാനം, ആ, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആ ഒരു ഫലം കായ്ക്കുവാനായിട്ട് കർത്താവ് നമ്മളിലേക്ക് നോക്കുമ്പോൾ അത് എങ്ങനെ നമുക്കായിട്ട് കായ്ക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് യോഹന്നാൻ 15 ആ ഒരു ഫലം കായ്ക്കുന്നതിൻ്റെ സീക്രട്ട് പറയുന്ന എന്നിൽ വസിക്കുവിൻ, നിങ്ങളെ ഫലം കായ്ക്കും. എന്നിൽ നിങ്ങൾ വസിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. എന്നെ പറ്റി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതാ യോഹന്നാൻ 15:4-5 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ വസിക്കണം. നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ നമുക്കായിട്ട് ഞാനായിട്ട് ഇനിയിപ്പോൾ അങ്ങ് ഫലം കായ്ക്കാൻ പോവാണ്, ഞാനായിട്ട് അങ്ങ് സ്നേഹിക്കാൻ പോവാണ്, ഇനിയിപ്പോൾ എനിക്ക് സമാധാനത്തോടെ ഞാൻ എപ്പോഴും ആയിരിക്കാൻ പോവാണ്, ഞാൻ ഇനി വലിയ ഇന്ദ്രിയജയത്തോടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് മുഷ്ടിയൊക്കെ ചുരുട്ടി പറയുമ്പോൾ ഇന്നൊരു ഒരു കാർട്ടൂൺ ഒരു ഗ്രൂപ്പിൽ കണ്ടു. അതായത് പിന്നെ ജനുവരി 1 മുതൽ 5 വരെ നിങ്ങൾ രാവിലെ റോഡിലോട്ട് ഇറങ്ങരുത് എന്ന് വെച്ചാൽ ഒത്തിരി ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത ആൾക്കാർ നടക്കാൻ പോകുന്ന സമയമൊക്കെ ഇപ്പോൾ ചിലപ്പോൾ എല്ലാ ആൾക്കൂട്ടക്കാരനെ തട്ടി വീഴും. പിന്നെ 5-ാം തീയതി കഴിഞ്ഞിട്ട് 6-ാം തീയതി ആകുമ്പോഴത്തേക്ക് എല്ലാവരും നോർമൽ ആയിക്കോളും എന്ന് ചില ന്യൂ ഇയർ റെസൊല്യൂഷൻ ആദ്യത്തെ 5 ദിവസത്തേക്ക് 4 ദിവസത്തേക്കൊക്കെ നിൽക്കുന്ന ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇനി മുതൽ ഞാൻ ഇങ്ങനെ ആവാൻ പോവാണ്, അങ്ങനെ ആവാൻ പോവാണ്, ബൈബിള് ഞാൻ അരച്ച് കലക്കാൻ പോവാണ്, അല്ലെങ്കിൽ കലക്കി അരയ്ക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തേക്ക് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ. എന്നാൽ കർത്താവേ അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ എൻ്റെ സ്വയബലത്തിൽ തന്നെ ഞാനങ്ങ് വസിക്കുകയാണെങ്കിൽ ഈ ജഡത്തിൻ്റെ നാറ്റുവേ വരുത്തേ അവിടെ ഫലമൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ കർത്താവ് ഞാൻ അങ്ങയിൽ വസിക്കുകയാണ്. ജഡമാകുന്ന തിരശ്ശീലയെ അവിടുത്തെ ആ വചനമാകുന്ന അളന്ന് ചീന്തപ്പെടുവാനായിട്ട് ഞാൻ അങ്ങ് ഏൽപ്പിച്ചു തരുന്നു. അപ്പോഴാണ് ജീവവൃക്ഷ ജീവവൃക്ഷത്തിങ്കിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നത്. നമുക്ക് എങ്ങനെ ഫലം കഴിക്കാൻ സാധിക്കുന്നത്? കർത്താവിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ഫലം കഴിക്കാൻ സാധിക്കുന്നത്. നമ്മളത് ഇവിടെ നമ്മൾ വായിക്കുന്ന ജീവവൃക്ഷമാണ് എന്താ, 12 വിധം ഫലം കായ്ച്ചു, മാസം തോറും അതത് ഫലം കൊടുക്കുന്നു, വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അപ്പം ആ ഒരു ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നുള്ള ഒരു വൃക്ഷത്തിൻ്റെ ഇലയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ജീവവൃക്ഷത്തിൻ്റെ ഇല, വൃക്ഷത്തിൻ്റെ ഇല ജീവവൃക്ഷത്തിൻ്റെ ഇല. എന്നാൽ ഈ ജീവവൃക്ഷത്തിലെ പങ്കാളികളാവുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിനും ഫലം കായ്ക്കാനൊക്കെ. നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, എന്താ, ഉൽപ്പത്തി 3:24 ഞാൻ കൂടെ റെഫർ ചെയ്യാറുന്ന ഒരു വാക്കാണ് അല്ലെ, ജീവവൃക്ഷത്തിലേക്കുള്ള വഴി എന്ന് പറയുന്ന ഒരു വാക്ക്. നമ്മൾ നമ്മുടെ ഇവിടെ വെളിപാട് പുസ്തകം, നമ്മുടെ അന്തിമോചന പുസ്തകം, സാങ്ക്ലൻ അന്തിമോചന പുസ്തകത്തിൽ നമ്മൾ ആ റെഫറൻസ് നമ്മൾ കണ്ടായിരുന്നു. ജീവവൃക്ഷം നമ്മൾ ഉൽപ്പത്തി തുടങ്ങുമ്പം ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 2-3 അധ്യായങ്ങളിൽ കാണുന്ന ഒരു ജീവവൃക്ഷവും നന്മതന്മകളുടെ വൃക്ഷവും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ബൈബിള് നമുക്ക് വേണമെങ്കിൽ നന്മതന്മകളുടെ വൃക്ഷമായിട്ട് അത് പതിപ്പിച്ച് പോകാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ കണ്ടു. അതായത് നമുക്കൊരു അറിവിന് വേണ്ടി മാത്രമാണ് കാര്യങ്ങൾ അറിയണം, കുറച്ച് കാര്യങ്ങൾ അത് എനിക്ക് കുറച്ച് ജ്ഞാനം കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി അറിവിനായിട്ട് മറ്റൊരെക്കാട്ട് എനിക്ക് കൂടുതൽ ബൈബിളിനെ കുറിച്ച് ഇന്ന കാര്യം അറിയാം, ആ കാര്യം അറിയാം, ഈ കാര്യം അറിയാം എന്നതിൽ കുറ്റം കൊള്ളാൻ വേണ്ടിയാണ് നമ്മൾ ബൈബിളെ സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ ബൈബിള് നമുക്കൊരു നന്മതിന്മകളുടെ വൃക്ഷമായിട്ട് മാറും. അത് മരണം ഉണ്ടാക്കും. നന്മതിന്മകളുടെ വൃക്ഷം കഴിക്കുന്ന നാളിൽ നീ മരിക്കും. ആത്മീയമായിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് വേർപെട്ട് പോയി, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 3-ാമത്തെ വാക്യം. അപ്പം നമ്മൾ പക്ഷേ ജീവവൃക്ഷത്തിലേക്ക് വരണമെങ്കിൽ അവിടെ ഒരു മരണം നടക്കണം. എന്ത് സഹോദരൻ പറയുന്നത്? അതാണ് നമ്മൾ ഉൽപ്പത്തി 3:24 നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തി 3 അവിടെ നന്മതിന്മകളുടെ വൃക്ഷം കഴിച്ച് ആത്മീയമായിട്ട് ആദാം അപ്പം തന്നെ മരിച്ചു. പിന്നെ ആ നാളിൽ നീ മരിക്കുന്ന പറയുമ്പം ആദാമിന് 1000-ൽ കുറഞ്ഞ വർഷമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ആദാമിൻ്റെ ആയുസ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഉൽപ്പത്തി 5-ാം അധ്യായത്തിലൊക്കെ ആദാമിന് 930 ഇയേഴ്സ്, 930 വർഷങ്ങളായിരുന്നു
എന്ന് ഉൽപ്പത്തി 5-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ദിവസം 1000 സംവത്സരം പോലെ എന്ന് നമ്മൾ 2 പത്രോസ് 3 വായിക്കുന്നുണ്ടല്ലോ, സങ്കീർത്തനത്തിലും വായിക്കുന്നുണ്ട്. അപ്പം ഒരു ഒരു ആ ദിവസത്തിൽ മരിക്കുന്നു പറയുമ്പോൾ 1000 വർഷത്തിനുള്ളിൽ മരിച്ചു എന്നുള്ള അർത്ഥത്തിലുണ്ട്. എന്ന് ആത്മീയമായിട്ട് അവൻ അപ്പം തന്നെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ടു, അവൻ്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലായി. അപ്പോ അവന് എന്താ, അവനും ദൈവവും തമ്മിൽ അവൻ്റെ ആ ഒരു സ്വന്തം ഇഷ്ടമാകുന്ന ജഡമാകുന്ന ഒരു തിരശ്ശീല, ഒരു കേർട്ടൻ മാതിരി വന്ന് ഫോളോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഈ ജീവവൃക്ഷത്തെങ്കിലേക്ക് കടക്കണമെങ്കിൽ ഒരു വഴിയിലൂടെ പോകാനൊക്കെ ഉള്ളൂ. ആ വഴി കാപ്പാനായിട്ട് ആര് നിപ്പുണ്ട്? കെരൂബുകൾ നിപ്പുണ്ട്. അതാ കെരൂബുകൾ എന്ന് പറഞ്ഞാൽ അത് ഗാർഡിയൻ ഏഞ്ചൽസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി എന്നൊക്കെയാണ് നമ്മൾ യെഹെസ്കേലിന്റെ പുസ്തകത്തിലൊക്കെ ദൈവമഹത്വം കാപ്പാനുള്ള ദൈവത്തിൻ്റെ സംരക്ഷിക്കുന്ന ദൂതന്മാര് പോലെയുള്ള ഒരു ഗാർഡിയൻ ഏഞ്ചൽസ് ആയിട്ടാണ് കെരൂബുകളെ നമ്മൾ വചനത്തിലെ യെഹെസ്കേലിന്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലൊക്കെ തന്നെ നമ്മൾ കെരൂബുകളെ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കെരൂബുകളെ കാണുന്നുണ്ട്. ഇവൻ പുറപ്പാട് പുസ്തകത്തിൽ ആ കെരൂബിന്റെ ചിത്രം ആലേഖനം ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? ഉൽപ്പത്തി 3:24 ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു. മനുഷ്യനും ദൈവം തമ്മിലുള്ള അവൻ്റെ ആ ഒരു സ്വന്തം ഇഷ്ടമാകുന്ന ഒരു തിരശ്ശീല, അവൻ്റെ ദൈവത്തോടുള്ള ആക്സസ് അങ്ങ് മാറിപ്പോയി. ദൈവത്തോടുള്ളൊരു എന്താ ഒരു ആക്സസ്, പ്രവേശനം, ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാനുള്ള ആക്സസ് അങ്ങ് മാറിപ്പോയി. പിന്നെ പ്രവേശിക്കണമെങ്കിൽ അവന് ഒരു വഴി കൂടെ പ്രവേശിക്കാനൊക്കെ ഉള്ളൂ. അതാണ് യേശു തുറന്ന ജീവനുള്ള പുതുവഴി എന്നൊക്കെ നമ്മൾ എബ്രായർ 10-19-20 വാക്യങ്ങളിൽ കർത്താവ് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി, കർത്താവ് ഈ വഴിയാ പ്രതിഷ്ഠിച്ചെന്നുള്ള കാര്യമാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി, അവിടെ ഒരു വഴി, വഴി കാക്കുവാനായിട്ട്, അതാണ് ജീവന്റെ പുതുവഴി, ക്രൂശിന്റെ വഴി കാക്കുവാനായിട്ട് അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. അപ്പൊ ആ വാള് വചനമാകുന്ന വാളാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇവിടെ എബ്രായർ 4:12 എഫേസ്യർ 6:17 ഒക്കെ വചനമാണ് വാളെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ജ്വാല, അത് പരിശുദ്ധാത്മാവിന്റെ ജ്വാല. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വചനമാകുന്ന വാള് നമ്മളുടെ സ്വയജീവനിൽ, നമ്മുടെ ജഡത്തിൽ പതിച്ചാലേ നമുക്ക് ഈ ജീവവൃക്ഷത്തിൽ പങ്കാളികളാകാനും ഫലം കായ്ക്കാനും ഒക്കെ ഉള്ളൂ. നമ്മളിപ്പം ഈ വർഷാന്ത്യത്തിലെ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പം അടുത്ത വർഷം ഞാനും പോയി അങ്ങ് ഫലം കായ്ച്ചോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ വർഷം എത്രമാത്രം ഈ ക്രൂസിന്റെ വഴിയെ നമ്മൾ പോയോ അത്രയധികം നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടായിട്ടുള്ളൂ. ഗോതമ്പുമണി തന്നെ ഇരിക്കുവാണെങ്കിൽ, ഗോതമ്പുമണി ചാകാതെ തന്നെ ഇരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? അത് തന്നെ അങ്ങ് ഇരിക്കും, അത് ചാകാതിരിക്കുവാണെങ്കിൽ. പക്ഷെ അത് നിലത്ത് വീണങ്ങ് ചാകുവാണെങ്കിൽ അത് അധികം ഫലം കായ്ക്കും. ആ ഒരു പ്രോസസ്സിലൂടെ ഉള്ളൂ യഥാർത്ഥത്തിലുള്ള ഫ്രൂട്ട്, നിലനിൽക്കുന്ന ഫലം. മറ്റേ ഫലമൊക്കെ, പ്ലാസ്റ്റിക് ഫലമൊക്കെ നമുക്ക് അഭിനയിക്കാം, അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പാകെ എനിക്ക് ഇത്ര ശുശ്രൂഷയുണ്ട്, ഇത്ര വലിയ സ്റ്റാറ്റിസ്റ്റിക്സും വലിയ വലിയ കണക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ കാണും, മനുഷ്യരെ പറ്റിക്കാൻ. പക്ഷേ നിലനിൽക്കുന്ന ഫലം, ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന നിലനിൽക്കുന്ന ഫലം കായ്ക്കാനാണ് നിയമിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് യോഹന്നാൻ 15:16 വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നത്. ആ നിലനിൽക്കുന്ന നിത്യതയിൽ മൂല്യമുള്ള ഫലം കായ്ക്കണമെങ്കിൽ അവിടെ ഒരു ക്രൂശിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, കർത്താവേ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം മതി, എൻ്റെ സ്വന്തം ഇഷ്ടത്തെ ഞാൻ അങ്ങ് അടിയറവ് പറയുന്നു. അങ്ങനെ ഞാൻ ഈ ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കണ്ടേ, ദൈവത്തിന്റെ ജീവൻ. ആ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് പങ്കാളികളാവണം. അത് ജയിക്കുന്നവർക്കാണ് ജീവവൃക്ഷത്തിൽ നിന്ന് പങ്കാളികളാകാൻ ഒക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എഫേസ്യ സഭയ്ക്ക് എഴുതിയ ദൂതില് നമ്മൾ ഇതേ ഉൽപ്പത്തി 2:7-8 വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജഡത്തെ അങ്ങ് അടിയറവ് പറയുന്നു. നമ്മൾ ഓരോ സമയത്തും, ഓരോ പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ സമയത്തും അല്ലാത്ത സമയത്തും എല്ലാം നമ്മളുടെ സ്വന്തം ഇഷ്ടം ദൈവത്തിന് വിരോധമായിട്ട്, ദൈവത്തിന് വചനത്തിന്, ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായിട്ട് നമ്മളിൽ ഉയരുന്ന ആ ചിന്തകളാകട്ടെ, മനോഭാവങ്ങളാവട്ടെ, ചില വാക്കുകളോ പ്രവൃത്തികളോ ആവട്ടെ, അതിൻ്റെ അത് ഉത്ഭവിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള ചില കോപിക്കുന്ന, അല്ലെങ്കിൽ ദുർമോഹത്തിന്റെ ചിന്തകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അസൂയയുടെ ആകുല ചിന്തകളുടെ, നിരാശയുടെ ചിന്തകൾ, അല്ലെങ്കിൽ പകരം വീട്ടാനുള്ള, ക്ഷമിക്കാതിരിക്കാനുള്ള ചിന്തകൾ, അല്ലെങ്കിൽ അസൂയയുടെ ചിന്തകൾ, മറ്റുള്ളവരെ വിധിക്കുന്ന, അല്ലെങ്കിൽ പരാതിയുടെയും വെറുവെറുപ്പിൻ്റെയൊക്കെ ചിന്തകൾ,
അസത്യം ചെയ്യാനുള്ള ചിന്തകൾ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളും അതുപോലെയൊക്കെയുള്ള ധാർഷ്ട്യത്തിന്, അഹങ്കാരത്തിന്, മനോഭാവവും സ്വാർത്ഥതയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെയാ എന്താ നമ്മുടെ ജഡത്തിലുള്ളത്. അപ്പം ദൈവത്തിന് വിരോധമായിട്ട് പൊങ്ങുന്ന കാര്യങ്ങൾ, അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ദൈവമുമ്പാകെ അങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളെ ജഡത്തിൽ ഉയർന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുമ്പോൾ അവിടെ ദൈവമുമ്പാകെ അങ്ങ് വട്ടപൂജ്യമായിട്ട് സീറോവായിട്ട് നമ്മെ തന്നെ താഴ്ത്തുന്നു. നമ്മെ തന്നെ താഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ ഈ വചനത്തിൻ്റെ വാള്, അതായത് അവിടുത്തെ വചനത്തിൽ അവിടുത്തെ സ്വഭാവം ഇങ്ങനെയല്ലല്ലോ, അവിടുത്തെ അതേ മനോഭാവത്തിന് എന്നിലും ആയിരിക്കട്ടെ എന്നാണല്ലോ ഫിലിപ്പ് 2:5 പറയുന്നത്. കർത്താവേ, ആ വാള് എന്നെ അങ്ങ് നുറുക്കട്ടെ. ഞാൻ ഈ ഒരു സമയത്ത് കർത്താവേ, എൻ്റെ ജഡത്തിൽ ദേഷ്യവും കോപവും ഈർഷ്യയും അശുദ്ധിയും കയ്പും പിണക്കവും ഒക്കെയാണ് വരുന്നത്. അല്ലെങ്കിൽ പകരം വീട്ടാനോ, അല്ലെങ്കിൽ ആ ഒരു ഞാൻ വലിയ ആളാ മനുഷ്യമാനം തേടാനോ ഒക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ ജഡത്തിൽ വരുന്നതെന്നാൽ കർത്താവേ, അത് അങ്ങനെ ആയാൽ എനിക്ക് ഫലം കായ്ക്കാനൊക്കത്തില്ല. മറിച്ച് ആ ജീവവൃക്ഷത്തിൻ്റെ പങ്കാളികളായിട്ട് ജീവവൃക്ഷത്തിൻ്റെ 12 തരം ഫലങ്ങളെ എനിക്ക് കായ്ക്കണമെന്നുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ എന്നെ തന്നെ അങ്ങ് ഈ സമയത്ത് താഴ്ത്തുന്നു. ശരിയാണ്, നമ്മളെ ഇപ്പം കുഞ്ഞുങ്ങളാണെങ്കിൽ അച്ഛനും അമ്മയും എന്തെങ്കിലും അവരെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നു. അപ്പം കറക്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് റിബൽ ചെയ്യുക, അല്ലെങ്കിൽ സോറി അച്ഛാ, സോറി എന്ന് ഞാൻ തിരുത്താം എന്ന് പെട്ടെന്നങ്ങ് നമ്മൾ തന്നെ താഴ്ത്തുന്ന ഒരു മനോഭാവം. അല്ലെങ്കിൽ അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളാവട്ടെ, നമ്മൾ മുതിർന്നവരാകട്ടെ, ഓരോ സമയത്തും ദൈവത്തിൻ്റെ ബലമുള്ള കരം കണ്ട ഓരോ സാഹചര്യങ്ങളിലെ വ്യക്തികൾ, നമ്മുടെ മേലെ ആക്കി വെച്ചിരിക്കുന്ന വ്യക്തികൾ, ചിലപ്പം ദൈവം നമ്മളെ മേലെ ആക്കി വെച്ചിരിക്കുന്ന വ്യക്തികൾ കുറച്ച് അൺറീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അത്ര ഈനോ നമുക്ക് ഇത് കുറച്ചുകൂടെ വേറെ ആയിരുന്നിരിക്കാമായിരുന്നല്ലോ എന്നുള്ള പല കാര്യങ്ങളും, അങ്ങനെയൊക്കെ പല നമ്മുടെ ജോലി സ്ഥലത്തോ സഭയിലോ വേറെ പലയിടങ്ങളിലോ ഒക്കെ നമ്മളുടെ അധികാരത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ നമുക്ക് അത്ര അങ്ങ് എല്ലാത്തിലും അങ്ങ് യോജിക്കാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ എങ്കിലും കർത്താവെ അവിടുന്ന് ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം കർത്താവെ, ഞാനിവിടെ അങ്ങ് ഇല്ലാതാവട്ടെ, ഞാനങ്ങ് താഴ്ത്തുന്നു, എന്നെ തന്നെ അങ്ങ് അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഞാൻ തന്നെ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടെ ഒരു ജഡത്തിലൊരു നുറുക്കമുണ്ട്. ഇടഭാഗം തിരശ്ശീലൊരു നുറുക്കം വരുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ജ്വാല നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറയുന്നത്. ഈ ജീവജല നദികൾ നമ്മളിൽ വന്ന് നിറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവത്തിൻ്റെ സിംഹാസനത്തെങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു അനുഭവമാണ് യേശുവിൽ. അപ്പോഴാണ് നമ്മൾ യേശുവിൽ വസിക്കുന്നത്. ഈ ജഡചിന്തയോടുള്ള ജീവന്റെ പുതുവഴിയിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ആയിരിക്കാൻ. അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗസിംഹാസനം തന്നെയാണ് അതിവിശുദ്ധ സ്ഥലമെന്ന് നമ്മൾ എബ്രായർ 9:24 പലപ്പോഴും വായിച്ചിട്ടുണ്ട്. സ്വർഗം തന്നെയാണ് അതിവിശുദ്ധ സ്ഥലം. അത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കർത്താവ് പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചു. ആ സ്വർഗ്ഗസിംഹാസനം, പിതാവിൻ്റെ മാർവിടം, അത് അതിവിശുദ്ധ സ്ഥലം. ആ പിതാവിൻ്റെ മാർവിടത്തിൽ നമുക്ക് വസിക്കുമാറാകണം. അവിടെ നമുക്ക് ഫലം കായ്ക്കാനൊക്കെ, അവിടെ നമ്മൾ വസിക്കുമ്പോഴാണ് നമുക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും, നമുക്ക് ദീർഘക്ഷമയും പരോപകാരവും ദയയും സൗമ്യതയും ഇന്ദ്രിജയും വിശ്വാസവും വിശ്വസ്തതയൊക്കെ നമ്മളിൽ നിറഞ്ഞു കവിയുന്നേ. കർത്താവിൻ്റെ സ്വഭാവം നമ്മളിൽ നിറഞ്ഞു കവിയുന്നേ. അപ്പം അവിടെ നമ്മൾ തന്നെ ഓരോ സാഹചര്യങ്ങളിലും താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് അതൊരു വഴിയാണ്. അതൊരു കർത്താവ് ഒരു വാതിൽ, പ്രത്യാശയുടെ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ആ പ്രത്യാശയുടെ വാതിലിലൂടെ നമ്മൾ കടക്കുമ്പോൾ ആ പ്രത്യാശയുടെ വാതിൽ അനേകം വാതിലുകൾ ചേർന്ന ഒരു വഴിയായിട്ട് തന്നെ ആയിരിക്കുവാണ്. കർത്താവ് ആ ജഡം ചിന്തിക്കൊണ്ടേയിരുന്ന് കർത്താവ് നമുക്കൊരു വഴി തെളിച്ചു. നമ്മളും ആ ജഡത്തെ, സ്വന്തം ഇഷ്ടത്തെ ചിന്തപ്പെടുവാനായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് അതൊരു ഫലം കായ്ക്കുവാനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവിൽ വസിക്കുകയും നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മ നിറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലെ കർത്താവിൻ്റെ സന്നിധിയിലെത്തുന്ന ഒരു അനുഭവമാണ്. അവിടെ നമുക്ക് സ്വർഗീയമായ കാഴ്ചപ്പാടോടുകൂടി മറ്റുള്ളവരോട് സ്വർഗീയമായ കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കാനും ചിന്തിക്കാനും പറയാനും കാണാനും നമുക്ക് വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും ഒക്കെ നമുക്ക് ക്ഷമിക്കുന്ന കാര്യം അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്കതങ്ങ് കൂടുതലായിട്ട് അത് എളുപ്പമായിട്ട്, എന്നെ സ്നേഹിക്കുന്നതിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. യോഹന്നാൻ 14:5. അതായത് ഞാനായിട്ട് എന്നിൽ തന്നെ വസിച്ചുകൊണ്ട് ഞാനിതെല്ലാം കൂടെ ഫലം കായ്ക്കാൻ നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം 2026 അവസാനം നമ്മൾ ഇതിനോട് ശേഷിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന് മുമ്പ് വന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫലമൊക്കെ അതുപോലെ തന്നെ ഇരിക്കും. എന്നാൽ ഈ ക്രൂശിൻ്റെ വഴിയിലൂടെ അത് ഫലം കഴിച്ചുകൊണ്ടേയിരിക്കും. ജീവജലം പോകുന്നിടത്തൊക്കെയും അത് ജീവൻ നൽകുന്ന കാര്യമൊക്കെ നമ്മൾ ഹെസ്കേൽ 47 കാണുന്നത് പോലെ
നമുക്ക് നമ്മെ തന്നെ കർത്താവിന് മുമ്പാകെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഈ ഒരു വർഷാവസാനം നന്ദിയോടെ ഇന്ന് പുതിയ വർഷത്തെ കർത്താവെ അധികമായിട്ട് ഫലം കായ്ക്കുവാൻ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം അത് കർത്താവെ ഓരോ മാസവും മാസം തോറും എല്ലാത്തരം ഫലങ്ങളും കായ്ക്കുന്ന ജീവവൃക്ഷത്തിന് അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ പിതാവും പുത്രനും ആയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദി എന്നിലേക്ക് വന്ന് നിറയുന്നത്. അവിടാണ് ഫലം കായ്ക്കാൻ ഒക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ തന്നെ അങ്ങ് വസിക്കുകയാണെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടുള്ളൊരു ജീവിതത്തിൽ എൻ്റെതായ ദേഹീപരമായിട്ടുള്ള യുക്തിയിലും ചിന്തയിലും ഒക്കെ അങ്ങ് പോവുകയാണെങ്കിൽ കർത്താവേ, ഞാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കാതെ വേസ്റ്റ് ചെയ്യുമായിരിക്കുമല്ലോ. അവസാനം അവിടുത്തെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞാൻ നിനക്ക് ഒത്തിരി സമയമൊക്കെ തന്നു, നീ ഒത്തിരി താലന്തുകളൊക്കെ അവിടെയൊക്കെ കൊണ്ട് കുഴിച്ചൊക്കെ ഇട്ട് ഇപ്പം ഒന്നും മിനിമയും ചെയ്തില്ലല്ലോ എന്ന് കേൾക്കുവാണെങ്കിൽ എത്ര ഒരു നിരാശയായിരിക്കും, എത്ര ഒരു പ്രയാസമായിരിക്കും. എന്നാൽ കർത്താവേ, അവിടുന്ന് എനിക്ക് തന്ന എല്ലാ താലന്തുകളും അവിടത്തേക്കായിട്ട് തരുന്നു. കർത്താവേ, എല്ലാം അവിടത്തേക്ക്, എൻ്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട. കർത്താവേ, എൻ്റെ ജഡത്തെ അവിടുന്ന് മുറുക്കണേ, തകർക്കണേ. കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അതിവിശുദ്ധ സ്ഥലത്ത് അവിടുത്തെ സന്നിധിയിൽ ഞാൻ വസിക്കട്ടെ. അവിടെ എല്ലാത്തരം ഫലങ്ങളും ഉണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ അവിടെ നദികളായിട്ട് നിറഞ്ഞു കവിയുമല്ലോ. അവിടെ ആ നദി അനേകരിലേക്ക് ചെന്ന് അത് അനേകരെ ജീവിപ്പിക്കുമല്ലോ. അവിടെ ശുശ്രൂഷയുടെ ഫലം ഉണ്ടല്ലോ. അത് കർത്താവ് അനേകർക്ക് കർത്താവിനെ അറിയുവാനും കർത്താവിൽ ഉറപ്പിക്കപ്പെടുവാനും ഒക്കെയുള്ള ഒരു ശുശ്രൂഷയുടെ ഫലം. കർത്താവേ, കഴിഞ്ഞ വർഷം 2025 ഞാൻ എത്രമാത്രം ഫലം കായ്ച്ചു, അതിലും അത്യധികമായിട്ട് കർത്താവ് ഫലം കായ്ക്കുന്ന ഒരു വർഷമായിട്ട് ഈ 2026 ആക്കി തീർക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ നിസ്സഹായരാണ് കർത്താവേ. ഓരോ വർഷാവസാനവും അങ്ങനെ വെറുതെ ഒരു വൃഥാജൽപ്പനം മാതിരി പറഞ്ഞുകൊണ്ടിരിക്കാനല്ല കർത്താവേ, മറിച്ച് ഇവയിലും മഹത്വമേറിയവ നീ കാണുമെന്ന കർത്താവെ അവിടുന്ന് നഥാന്യനോട് യോഹന്നാൻ 1:50 പറഞ്ഞതുപോലെ, അതെ കർത്താവെ, അവിടെ സ്വർഗത്തിലേക്ക് ഉയരുന്ന ഒരു ഏണിയില് ദൂതന്മാര്, കർത്താവെ, ദൈവത്തിൻ്റെ ദാസന്മാര് സ്വർഗത്തിൽ നിന്നൊക്കെ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു ഏണിയാകുന്ന ക്രിസ്തുവിൽ കർത്താവെ, അതുപോലെ ദൈവസാന്നിധ്യത്തിൽ വസിക്കുകയും ദൈവസാന്നിധ്യ ബോധത്തോടെ ലോകത്തിൽ ഇറങ്ങി ജീവിക്കുകയും ചെയ്യുന്ന ആ ഒരു ഇവയിൽ മഹത്വമേറിയ ഒരു ജീവിതം, അതെ കർത്താവെ, ഇവിടെ കയറി വരിക. ഞങ്ങളെ ഇതുവരെ ജീവിച്ചതിലും കർത്താവ് ഉന്നതമായൊരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ സ്വർഗ്ഗം നിയന്ത്രിക്കട്ടെ. ആ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ചിന്തകളും മനോഭാവങ്ങളും എല്ലാം ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം സ്വർഗത്തിൻ്റെ നിയന്ത്രണത്തിലാവട്ടെ കർത്താവേ. The government of heaven has to come upon us, Lord. The kingdom of heaven. സ്വർഗത്തിൻ്റെ ആ ഗവൺമെൻറ്, സ്വർഗത്തിൻ്റെ സർക്കാർ, അതെ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഞങ്ങൾ വരട്ടെ. ഞങ്ങളതിനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനമാകുന്ന ചുറ്റുക, ഞങ്ങളുടെ സ്വന്തം ഹിതമാകുന്ന പാറ, ആ ജഡമാകുന്ന തിരശ്ശീലെല്ലാം നുറുക്കി ഞങ്ങളെ അതിവിശുദ്ധ സ്ഥലത്തെപ്പോഴും വസിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ആ ജീവജല നദി പോകുന്നിടത്തൊക്കെയും അത് ജീവൻ കൊടുക്കട്ടെ. ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുന്ന് വലിയ കാര്യങ്ങളെ ചെയ്യും. ചോദിക്കുന്ന നിലയ്ക്കുന്ന അതിൻ്റെ പരമായിട്ട് അവിടുന്ന് ചെയ്യും. അത് കർത്താവേ, ഇവയിലും മഹത്വമേറിയ ഞങ്ങളെ കാണുവാൻ അങ്ങിടയാക്കും. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും പതിവുമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം കർത്താവേ, ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിലും മഹത്വമേറിയവ കാണുവാൻ അവിടുന്ന് ഇടയാക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. നന്ദി കർത്താവേ. ഇവയിലും വലിയവ പിതാവിനിക്ക് കാണിച്ചു തരും. നിങ്ങളെല്ലാം ആശ്ചര്യപ്പെടുമെന്ന് അങ്ങ് പറഞ്ഞതുപോലെ, അതെ കർത്താവേ, ഞങ്ങളും ആ പ്രത്യാശയോടെ ഞങ്ങൾ 2026 വരവേൽക്കുന്നു. അങ്ങിൽ നിന്ന് ദാനമായിട്ട് സ്വീകരിക്കുന്നു. എല്ലാ മഹത്വം അവിടത്തേക്ക് തരുന്നു. സഭയായിട്ട് കർത്താവെ, കർത്താവെ, അങ്ങയിൽ കൂടുതൽ ഉറയ്ക്കുവാനും അങ്ങ് കർത്താവെ ഏതൊക്കെ സഹോദരങ്ങളെ ഇവിടുന്നൊക്കെ കൂട്ടിച്ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവരെയൊക്കെ അവിടുത്തെ സമയത്ത് അവിടുത്തെ വിധത്തിലെ കാര്യങ്ങളെ പണിത് കർത്താവെ, ശരീരമാകുന്ന സഭ പണിയപ്പെടുന്നതിനായിട്ടുമില്ല ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ആ സഭയാകുന്ന ശരീരത്തിൽ കർത്താവെ, ഞങ്ങളുടെ ചെറിയ ഫംഗ്ഷന് അവിടുന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാനും ഒക്കെ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ വിശ്വസ്തരാകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ തൊഴിൽ ജീവിതത്തിലെല്ലാം വിശ്വസ്തരാകുവാൻ ഞങ്ങളെ സഹായിക്കണം. അനുഗ്രഹിച്ചാട്ടെ. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുന്നു. നന്ദി. താങ്ക് യു ഫാദർ. താങ്ക് യു ലോർഡ്. താങ്ക് യു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തുതിക്കുന്നില്ല. യേശുവിൻ്റെ വലിയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.